ഓക്കെ. അപ്പോ നമ്മൾ അഡ്മിഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്തത് അല്ലെ. ഇനി അടുത്ത ചാപ്റ്റർ വരുന്നതാണ് റിട്ടയർമെന്റ്. നേരത്തെ ബിസിനസ്സിലേക്ക് പുതിയൊരു പാർട്ണർ വരുന്നു, ഇനി ബിസിനസ്സിനകത്തുള്ള ഒരു പാർട്ണർ റിട്ടയർ ആയിട്ട് പോകുന്നു. റിട്ടയർമെന്റിന്റെ കേസിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ വരുന്ന അഡ്ജസ്റ്റ്മെന്റുകൾ, ആദ്യ കുറച്ച് അഡ്ജസ്റ്റ്മെന്റുകൾ നമുക്ക് എല്ലാത്തിലും ഒരുപോലെ തന്നെയാണ് വരുന്നത് അല്ലെ. ന്യൂ റേഷ്യോ ഇപ്പൊ സ്വാഭാവികമായിട്ടും പുതിയൊരു പാർട്ണർ വരുമ്പോഴും നിലവിലുള്ള ഒരു പാർട്ണർ പോകുമ്പോഴും എല്ലാം ബിസിനസിനകത്ത് റേഷ്യോക്കകത്ത് ചേഞ്ചസ് വരും. അപ്പൊ ന്യൂ റേഷ്യോ കാണേണ്ടതായിട്ട് വരും. അതുപോലെ തൊട്ട് മുമ്പ് നമ്മൾ സാക്രിഫൈസിങ് റേഷ്യോ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ. സാക്രിഫൈസിങ് റേഷ്യോ കാണാനുണ്ടായിരുന്നു. ഇവിടെ കാണേണ്ടി വരിക ഗെയിനിങ് റേഷ്യോ ആയിരിക്കും എന്നുള്ളതാണ് മാറ്റം. കാരണം നേരത്തെ ഒരു പാർട്ണർ പുതുതായിട്ട് വരുന്നു, അയാൾക്ക് കൂടി ഇനി ഷെയർ കൊടുക്കണം. റിട്ടയർമെന്റിലേക്ക് വരുമ്പോ കൂട്ടത്തിൽ നിന്ന് ഒരാൾ പോകുന്നു, അതുകൂടി ഇനി ആർക്ക് കിട്ടും? നിലവിലുള്ള ബാക്കി പാർട്ട്നേഴ്സിന് കിട്ടും. സോ ഇവിടെ വരിക ഗെയിനിങ് റേഷ്യോ ആയിരിക്കും. അപ്പൊ സാക്രിഫൈസിങ് കാണുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ്. സാക്രിഫൈസിങ് എങ്ങനെയാ കണ്ടിട്ടുണ്ടായിരുന്നത്? ഓൾഡ് മൈനസ് ന്യൂ ആണല്ലേ. അപ്പൊ ഗെയിനിങ് ആവുമ്പോൾ ന്യൂ മൈനസ് ഓൾഡ് കണ്ടു കഴിഞ്ഞാൽ ഗെയിനിങ് റേഷ്യോയും കിട്ടും. അത് കഴിഞ്ഞ് റിസർവ്, പ്രോഫിറ്റ് ആൻഡ് ലോസസ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിസർവ്സോ പ്രോഫിറ്റോ ലോസസോ ഉണ്ടെങ്കിൽ നിലവിലുള്ള ഓൾഡ് പാർട്ട്നേഴ്സിന് എല്ലാവർക്കും അവരുടെ റേഷ്യോയിൽ വീതിച്ചു കൊടുക്കണം. അതുപോലെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിന്റെ റീവാലുവേഷൻ, നിലവിൽ ഇപ്പൊ റിട്ടയർ ആയി പോകുന്ന പാർട്ണർക്ക് കൂടി അവകാശപ്പെട്ടതാണ് അല്ലെ. അപ്പോ റിവാലുവേഷൻ ചെയ്യണം. അതുപോലെ ഗുഡ് വില്ലിന്റെ വാലുവേഷൻ. മക്കളെ, ഒരാൾ റിട്ടയർ ആയി പോകുന്നു, ABC 3 പേര്, C റിട്ടയർ ആകുന്നു എന്ന് വിചാരിക്കാം. സ്വാഭാവികമായിട്ടും ഇതുവരെ ആ ഫേമിനുള്ള ഗുഡ് വിൽ എന്ന് പറയുന്നത് C കൂടി ഉണ്ടായ സമയത്ത് ഉണ്ടാക്കിയ ഗുഡ് വിൽ ആണ് അല്ലെ. അപ്പൊ അതിന്റെ റേഷ്യോ അയാൾക്ക് അതിന്റെ ഷെയർ കൊടുക്കേണ്ടതായിട്ട് വരും. എങ്ങനെ കൊടുക്കണം? നേരത്തെ പുതിയ പാർട്ട്നേഴ്സ് കൊണ്ടുവരണം, അവരുടെ റേഷ്യോ പ്രകാരം കൊണ്ടുവരണം. എന്നിട്ട് ഓൾഡ് പാർട്ട്നേഴ്സിന് സാക്രിഫൈസിങ് റേഷ്യോയിൽ കൊടുക്കണം. ഇവിടെ പോകുന്ന പാർട്ട്ണർക്ക് അയാളുടെ റേഷ്യോ പ്രകാരമുള്ള ഗുഡ് വില്ലിന്റെ എമൗണ്ട് കൂടി കൊടുക്കണം. ഏത് റേഷ്യോയിൽ കൊടുക്കണം? ഗെയിനിങ് റേഷ്യോയിൽ കണ്ടിന്യൂ ചെയ്യുന്ന പാർട്ട്നേഴ്സ് കൊടുക്കേണ്ടതായിട്ട് വരും. അത് കഴിഞ്ഞ് പുതിയൊരു പോയിന്റ് വരുന്നത്, അഡ്മിഷനിൽ നിന്ന് ഇതിലേക്ക് വരുമ്പോൾ പുതിയ പോയിന്റ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് സെറ്റിൽമെന്റ് ഓഫ് ഫൈനൽ ബാലൻസ്. പോകുന്ന പാർട്ട്ണറെ സെറ്റിൽ ചെയ്യണം അല്ലെ. അയാൾക്ക് തുടക്കത്തിൽ ഓൾറെഡി ക്യാപിറ്റൽ ഉണ്ടാകും, പുറമെ റിവാലുവേഷനിൽ നിന്നും ഗുഡ് വില്ലിൽ നിന്നും റിസർവിൽ നിന്നൊക്കെ ആയിട്ട് ഒരുപാട് എമൗണ്ട് കിട്ടിയിട്ടുണ്ടാകും. ഇതെല്ലാം കൂടി കൊടുത്ത് അയാൾ സെറ്റിൽ ചെയ്യണ്ടേ? ആ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് ഇവിടെ പുതുതായിട്ട് വരുന്നുണ്ടാവുക. സെറ്റിൽമെന്റിലേക്ക് വരുമ്പോ നമുക്ക് രണ്ട് രൂപത്തിൽ സെറ്റിൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഒന്നുകിൽ എന്ത് ചെയ്യാം, ഫേമിന്റെ കയ്യിൽ ക്യാഷ് ഉണ്ട് എന്നുണ്ടെങ്കിൽ റിട്ടയർ ആയി പോകുന്ന പാർട്ണറെ ഇമ്മീഡിയറ്റ്ലി നമുക്ക് ക്യാഷ് കൊടുത്ത് സെറ്റിൽ ചെയ്യാം. ഇനി അയാൾക്ക് കൊടുക്കാനുള്ള അത്രയും പണം ഫേമിന്റെ കയ്യിൽ ഇല്ലെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അയാളുടെ ലോൺ അക്കൗണ്ടിലേക്ക് മാറ്റും, എന്നിട്ട് പതിയെ കൊടുക്കുകയാണ് ചെയ്യുക അല്ലെ. തൽക്കാലം അയാൾക്ക് ഫേം അങ്ങോട്ട് പൈസ കൊടുക്കാനുണ്ട് എന്നുള്ള രൂപത്തിൽ അയാളുടെ പേരിൽ ഒരു ലോൺ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയും എമൗണ്ട് അതിലേക്ക് മാറ്റുകയും ചെയ്യും. അങ്ങനെ ലോൺ അക്കൗണ്ടിലേക്ക് മാറ്റി പതിയെ പൈസ കൊടുക്കുകയാണെങ്കിൽ എത്ര കാലം കൊടുക്കാൻ വൈകുന്നുണ്ടോ അത്രയും കാലത്തേക്ക് അയാൾക്ക് ഒന്നുകിൽ പ്രോഫിറ്റിന്റെ ഷെയറോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് അറ്റ് 6% പെർ ആനം എന്നുള്ള രൂപത്തിലോ കൊടുക്കേണ്ടതായിട്ട് വരും. ഇൻട്രസ്റ്റ് അറ്റ് 6% പെർ ആനം എന്നാണ് പഠിക്കുന്നതെങ്കിൽ പോലും ചില ക്വസ്റ്റ്യൻസിനകത്ത് ഇൻട്രസ്റ്റ് റേറ്റിൽ ചേഞ്ചസ് ഒക്കെ വരും കേട്ടോ. അപ്പൊ നിങ്ങളോട് ഒരാൾ റിട്ടയർ ആയി, ഇപ്പൊ ഉദാഹരണത്തിന് ഒരാൾ മാർച്ചിൽ റിട്ടയർ ആയി എന്ന് പറയുന്നു, എന്നിട്ട് അയാൾ നമ്മൾ പൈസ സെറ്റിൽ ചെയ്യുന്നത് ഡിസംബറിലാണെങ്കിൽ അത്രയും ആ ഗ്യാപ്പിലുള്ള മാസത്തിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അയാൾക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞത് പ്രകാരമുള്ള ഇൻട്രസ്റ്റ് കൂടി എക്സ്ട്രാ കൊടുക്കേണ്ടതായിട്ട് വരും. എങ്ങനെയെന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. ഇലുസ്ട്രേഷൻ 9 ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. പക്ഷെ ഈ ക്വസ്റ്റ്യൻ ആണ് 15 മാർക്കിന് മുമ്പ് നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. 2017 ജൂണില് ഈ ഇലുസ്ട്രേഷൻ 9 15 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അന്നത്തെ കുട്ടികളുടെ ഒരു ഭാഗ്യം ആലോചിച്ച് നോക്ക്. നമ്മൾ എക്സാം എഴുതുമ്പോൾ ഏറ്റവും ടഫസ്റ്റ് സാധനമേ വരൂ അല്ലെ. അവർക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ഇത് ഡിസ്കസ് ചെയ്യാം. കാരണം നമുക്ക് ഓൾറെഡി അഡ്മിഷനകത്ത് ഇതിന്റെ പരിപാടി എങ്ങനെയെന്നുള്ളത് നമ്മൾ പഠിച്ചതാണ്. ഇനി റിട്ടയർമെന്റിലേക്ക് വരുമ്പോൾ എന്തൊക്കെ ചേഞ്ചസ് എന്നുള്ളത് മാത്രം പഠിച്ചാൽ മതി. പെട്ടെന്ന് ഡിസ്കസ് ചെയ്യാം. PQR 3 പാർട്ട്നേഴ്സ് ആണുള്ളത്. റേഷ്യോ ഈക്വൽ റേഷ്യോ ആണ് അല്ലെ. അതിനകത്തുനിന്ന് R എന്ന് പറയുന്ന പാർട്ണർ എന്ത് ചെയ്യുന്നു? റിട്ടയർ ആകുന്നു. ലയബിലിറ്റീസ് ആൻഡ് അസറ്റ് ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. താഴെ വാല്യൂ ഓഫ് ഗുഡ് വില്ല്, ഇയാൾ റിട്ടയർ ആകുന്ന സമയത്ത് റിവാലുവേഷൻ നടത്തുമല്ലോ, ആ സമയത്ത് വാല്യൂ ചെയ്യുമ്പോൾ ഗുഡ് വില്ല് 93,000 ഉണ്ട്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഇൻക്രീസ്ഡ് ഇൻ വാല്യൂ ഇറ്റ് ബീയിങ് എഗ്രീഡ് അറ്റ് 1,05,600. പ്ലാന്റ് ആൻഡ് മെഷീനറി വാസ് റിവാല്യൂഡ് അറ്റ് 1,05,000. ദെൻ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എത്രയായിരുന്നു? 75,000 ആയിരുന്നു അല്ലെ. 75,000 ഉള്ളത് 1 lakh പ്ലസ് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും എമൗണ്ട് 30,600 രൂപ ലാൻഡ് ആൻഡ് ബിൽഡിംഗിൽ കൂടി. പ്ലാന്റ് ആൻഡ് മെഷീനറി 1,20,000 ഉള്ളത് 1 lakhലേക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ
19,500 കുറയുകയും ചെയ്തു. റീവാലുവേഷൻ അക്കൗണ്ട് ആണ്, നിങ്ങൾക്ക് അറിയാം അല്ലെ. പ്ലാന്റ് ആൻഡ് മെഷീനറിയും ലാൻഡ് ആൻഡ് ബിൽഡിംഗും റീവാലുവേഷനിൽ വരും. അത് കഴിഞ്ഞ് ഇറ്റ് വാസ് എഗ്രീഡ് ടു പ്രൊവൈഡ് 6% ഇൻ റെസ്പെക്ട് ഓഫ് ഡെപ്റ്റേഴ്സ്. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്, പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. 6% ആണ്. എത്രയാണ് ഇവിടെ ഡെപ്റ്റേഴ്സ് ഉള്ളത്? 74,000 ആണ് അല്ലെ. 74,000ന്റെ 6% എന്ന് പറയുമ്പോൾ 4,440 രൂപ കിട്ടും. 4,440 രൂപ. എടാ, പ്രൊവിഷൻ എന്ന് പറയുന്നത് ക്രെഡിറ്റ് ബാലൻസ് ഉള്ള ഐറ്റം അല്ലേ? അപ്പൊ ക്രെഡിറ്റ് ബാലൻസ് ഉള്ള ഒരു ഐറ്റം ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ പ്രൊവിഷൻ കൂടുന്നു. പ്രൊവിഷൻ കൂടിയാൽ പ്രൊവിഷനെ ക്രെഡിറ്റ് ചെയ്യണം, റീവാലുവേഷനെ ഡെബിറ്റ് ചെയ്യണം. റീവാലുവേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്. അപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ടിൽ ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന്റെ വാല്യൂ കൂടുന്നുണ്ട്, പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ വാല്യൂ കുറയുന്നുണ്ട്, പുറമെ പ്രൊവിഷനും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും 6,660. അതെന്ത് ചെയ്യണം? PQR 3 പാർട്ട്നേഴ്സിനും അവരുടെ ഓൾഡ് റേഷ്യോയിൽ വീതിക്കുമ്പോൾ ഈക്വൽ റേഷ്യോ ആണ് 2,220. 3 പേർക്കും കിട്ടും. റീവാലുവേഷൻ അറിയുന്ന കേസ് അല്ലേ? അത്രേ പറഞ്ഞിട്ടുള്ളൂ. പ്രിപ്പയർ റീവാലുവേഷൻ അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. ഇത് എങ്ങനെയാണ് എക്സാമിന് ചോദിച്ചെന്നുള്ളതാണ് എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത്. ഇനി പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തു. ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും? PQR 3 പേരുടെയും ഓപ്പണിംഗ് ക്യാപിറ്റൽ ബാലൻസ് ഉണ്ട് അല്ലെ. 1,20,000, 85 ആൻഡ് 75. 1,20,000, 85 ആൻഡ് 75,000 3 പേരുടെയും ഓപ്പണിംഗ് ക്യാപിറ്റൽ എഴുതുന്നു. റീവാലുവേഷൻ അക്കൗണ്ട് ആണ്, പ്രോഫിറ്റ് ആണ് കിട്ടിയത്. ക്യാപിറ്റൽ കൂടും, റീവാലുവേഷന്റെ പ്രോഫിറ്റ് കാണിക്കുന്നു. അതിനുശേഷം എന്തുണ്ട്? ഗുഡ് വിൽ ഉണ്ട് അല്ലെ. ഇവിടെ റീവാലുവേഷന്റെ സമയത്ത് നമുക്ക് ഓൾറെഡി ബുക്സ് ഓഫ് അക്കൗണ്ട്സിനകത്ത് ഗുഡ് വിൽ ഒന്നും തന്നിട്ടില്ല. അസറ്റ് സൈഡിൽ ഗുഡ് വിൽ ഒന്നും ഇല്ല. പകരം റീവാല്യൂ ചെയ്തപ്പോൾ 93,000 ഗുഡ് വിൽ ഉണ്ടായി എന്ന് പറഞ്ഞു. റീവാലുവേഷന്റെ സമയത്ത് വാല്യൂ ചെയ്തു, അപ്പൊ ഗുഡ് വില്ലിന്റെ വാല്യൂ 93,000 ആണ്. ഇത് ആർക്കൊക്കെ അവകാശപ്പെട്ടതാണ്? 3 പാർട്ട്നേഴ്സിനും അവകാശപ്പെട്ടതാണ്. സോ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഡയറക്റ്റ്ലി 3 ആളുടെയും റേഷ്യോ പ്രകാരം അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്താൽ മതി. അപ്പൊ 3 ആളുടെയും ക്യാപിറ്റൽ അക്കൗണ്ടിൽ 93,000 ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 പേർക്കും 31,000 വെച്ച് കിട്ടും. കഴിഞ്ഞു. അത്ര വലിയ പരിപാടിയുള്ളൂ. അത് കഴിഞ്ഞ് ബാലൻസ് ചെയ്യുന്ന സമയത്ത് പിയും ക്യൂവും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അവരുടെ അക്കൗണ്ടിൽ ക്ലോസിംഗ് ബാലൻസ് വരും. അതുപോലെ R എന്ന് പറയുന്ന റിട്ടയറിംഗ് പാർട്ട്ണർക്ക് പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്യുന്നു എന്ന് ക്വസ്റ്റിനകത്ത് പറയുന്നില്ല അല്ലെ. സെറ്റിൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അത് ക്യാഷ് ഓർ ബാങ്ക് എന്നുള്ള രൂപത്തിലാണ് കാണിക്കുക. ഇവിടെ R-ന് നമ്മൾ എന്ത് ചെയ്യും? ലോൺ അക്കൗണ്ട് ആയിട്ട് കാണിക്കും. അയാളെ ലോൺ അക്കൗണ്ടിലേക്ക് മാറ്റും. എന്നിട്ട് ഭാവിയിൽ അയാളെ സെറ്റിൽ ചെയ്യുകയാണ് ചെയ്യുക. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. വെരി 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 സിമ്പിൾ. എനി ഡൗട്ട്സ്? വോയിസ് കുറയുന്നുണ്ടെന്നോ? എടാ, വോയിസ് ഓക്കെ അല്ലേ? ഇവിടെ ഗുഡ് വില്ല് നമ്മൾ റീവാലുവേഷന്റെ സമയത്ത്, ഇതിന് മുമ്പ് ബുക്സ് ഓഫ് അക്കൗണ്ട്സിനകത്ത് ഗുഡ് വിൽ ഇല്ല. സോ പുതുതായിട്ട് നമ്മൾ റീവാലുവേഷന്റെ സമയത്ത് കണ്ടെത്തുന്ന ഗുഡ് വില്ലാണ്. സോ അത് 3 പേർക്ക് ഉള്ളതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്താൽ മതി? ഡയറക്ട്ലി 3 ആൾക്കും റേഷ്യോ പ്രകാരം വീതിച്ചു കൊടുത്താൽ മതി. അപ്പൊ ആർക്കും കിട്ടും? റിട്ടയറിംഗ് പാർട്ണർക്ക് കൂടി അതിന്റെ റേഷ്യോ കിട്ടും. ഇടയ്ക്ക് എപ്പോഴേലും ബ്രേക്ക് ആവുന്നുണ്ട്. എല്ലാവർക്കും ആ ഇഷ്യൂ വരുന്നുണ്ടെങ്കിൽ പറയണേ. കാരണം 1 or 2 മെസ്സേജ് മാത്രം വരുമ്പോൾ ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചോളണമെന്നില്ല. ഡൗട്ട് ഒക്കെ ആണെന്ന് വിചാരിച്ച് സ്വാഭാവികമായിട്ടും ആ പോയിന്റ് കഴിഞ്ഞ ശേഷം മാത്രമേ ഞാൻ ചാറ്റ് ബോക്സ് ഓപ്പൺ ആക്കൂ. അപ്പൊ ഒരുപാട് മെസ്സേജ് വരുമ്പോൾ വോയിസ് ഓഡിയോ ബ്രേക്ക് ആവുന്ന ഇഷ്യൂസ് ആണെന്ന് മനസ്സിലാവും. അതുകൊണ്ട് പെട്ടെന്ന് നോക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളും എന്ത് ചെയ്യണം? നെറ്റ്വർക്ക് ഒക്കെ ഉള്ള സ്ഥലത്ത് ഇരുന്ന് അറ്റൻഡ് ചെയ്യണം കേട്ടോ. ഇപ്പൊ നിലവിൽ ഓഡിയോ ഓക്കെ ആണോ? ഇപ്പൊ ഓക്കെ ആണോ? എടാ, ഇലുസ്ട്രേഷൻ 10 ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് അതിൽ മനസ്സിലാവാത്ത ഏതെങ്കിലും പോയിന്റ് ഉണ്ടോ എന്നുള്ളതൊന്ന് നോക്കിയിട്ട് പറഞ്ഞു. ഒരു 1 മിനിറ്റ് സമയം തരാം.
പെട്ടെന്ന് ഓടിച്ചു നോക്കുക, ഏതെങ്കിലും പോയിന്റ് മനസ്സിലാവാത്തതുണ്ടോ എന്നുള്ളതൊന്ന് നോക്കി. ഇവിടെ നിങ്ങളോട് ജേർണൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇലുസ്ട്രേഷൻ 10 ജേർണൽ എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. റിട്ടയർമെന്റിനകത്ത് മുമ്പ് ചോദിച്ച ഒരേ ഒരു ക്വസ്റ്റ്യൻ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഇലുസ്ട്രേഷൻ 9 ആണ് കേട്ടോ. ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുള്ള ഏതെങ്കിലും പോയിന്റുകൾ ഉണ്ടോ? ഗുഡ്വിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിനകത്ത് ഇല്ലാത്ത ഗുഡ്വില്ലാണ്. പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഗുഡ്വില്ലാണ്, അസറ്റ് ആണ് എന്നുള്ളത് കൊണ്ടാണ് അത് അങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത് കേട്ടാ. ഫസ്റ്റ് പോയിന്റ് ഇവിടെ ജേർണൽ എൻട്രി ആണ്. അപ്പൊ നിങ്ങൾ ജേർണൽ എൻട്രിയുടെ ഭാഗത്ത് നിന്ന് ആലോചിക്കണം. ക്യാപിറ്റൽ അക്കൗണ്ട് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന പോയിന്റ് ആണ്, കൂടുതൽ മാറ്റങ്ങളൊന്നുമില്ല. ജേർണല് ഓരോ ക്വസ്റ്റ്യനും വായിച്ചു നോക്കിയിട്ട് അതിനകത്തുള്ള ജേർണൽ എങ്ങനെയെന്നുള്ളതാണ് അറിയേണ്ടത്. ഫസ്റ്റ് പോയിന്റില് എന്താ പറയുന്നേ? ട്രെൻഡ് അനുസരിച്ച് എഴുതിയെന്ന് വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും അങ്ങനെ പ്രൊഡിക്റ്റ് ചെയ്യുന്നത് മണ്ടത്തരമാണെന്നാണ് എന്റെ അഭിപ്രായം. ഇവരങ്ങനെ എപ്പോഴും ട്രെൻഡ് നോക്കിയിട്ടൊന്നും ആവില്ല ചെയ്യുന്നുണ്ടാവുക. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഏരിയയിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കും. ചിലപ്പോൾ നമ്മൾ ടഫായിട്ട് വരുമെന്ന് വിചാരിക്കുന്നത് ഈസി ആയിട്ട് വരികയൊക്കെ ചെയ്യാം. അതുകൊണ്ട് ട്രെൻഡ് അനുസരിച്ച് ഇത് വരുമെന്ന് പ്രൊഡിക്റ്റ് ചെയ്തിട്ട് ഒന്ന് മാത്രം പഠിച്ചു പോകാണ്ടിരിക്കുക കേട്ടോ. ഓക്കെ, ഫസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് ആണ് ഡൗട്ട് ഉള്ളത് പറഞ്ഞത്. ABC 3 പാർട്ട്നേഴ്സ് 5:4:3. അതിൽ നിന്ന് ഹെൽത്ത് ഇഷ്യൂസ് കാരണം A എന്ന് പറയുന്ന പാർട്ണർ എന്ത് ചെയ്യുന്നു? റിട്ടയർ ചെയ്യുന്നു. നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് യു ആർ റിക്വയർഡ് ടു സബ്മിറ്റ് ജേർണൽ എൻട്രീസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ജേർണൽ എൻട്രീസ് ആണ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് അത് മാത്രമേ ഡൗട്ട് ഉള്ളതുള്ളൂ. ബാക്കി ഗുഡ് വില്ല്, റിവാലുവേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. റിവാലുവേഷന്റെ ഒക്കെ എൻട്രി നിങ്ങൾക്ക് അറിയാം അല്ലെ? അതുകൊണ്ട് തന്നെ വേറെ ഡൗട്ട് ഒന്നും വരുന്ന ഏരിയാസ് ആ ക്വസ്റ്റ്യൻ അകത്തില്ല. ഫസ്റ്റ് വൺ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് 31st March 2022 which showed a net profit of 48,000 was to be reopened. B was to be credited with 4,000 as bonus in consideration of the extra work which has developed upon him during the year. The profit sharing ratio was to be reversed as on 1st April 2021 to 3:4:4. Okay. ഏതായിരുന്നു ഇയർ? 31st March 2022. യെസ്. ഓക്കെ. മക്കൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഓൾറെഡി നമുക്ക് ഈ കഴിഞ്ഞ വർഷത്തിൽ എത്ര പ്രോഫിറ്റ് ഉണ്ട്? 48,000 പ്രോഫിറ്റ് ഉണ്ട്. ആ അക്കൗണ്ട് റീ ഓപ്പൺ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓൾറെഡി പ്രോഫിറ്റ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് എന്ത് ചെയ്തിട്ടുണ്ട്? ഓൾറെഡി നമ്മുടെ പാർട്ട്നേഴ്സിന് വീതിച്ചു കൊടുത്തിട്ടുള്ള എമൗണ്ട് ആണ്. ഓൾറെഡി അവരുടെ ഓൾഡ് റേഷ്യോ എത്രയായിരുന്നു? 5:4:3 അല്ലേ? ഓൾഡ് റേഷ്യോ പ്രകാരം വീതിച്ച് കൊടുത്ത എമൗണ്ട് ആ അക്കൗണ്ട് റീ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ആദ്യം അതിൽ നിന്ന് ബി എന്ന് പറയുന്ന പാർട്ട്ണർ ഫേമിന് വേണ്ടിയിട്ട് കുറച്ച് എക്സ്ട്രാ വർക്ക് ചെയ്തിട്ടുണ്ട്. അയാൾക്ക് ഒരു 4,000 റുപ്പീസ് ആ പ്രോഫിറ്റിൽ നിന്ന് ബോണസ് കൊടുക്കണം. എന്നിട്ട് ബാക്കിയുള്ള പൈസ വേണം എന്ത് ചെയ്യാൻ? അവരുടെ റേഷ്യോ പ്രകാരം വീതിക്കാൻ. അങ്ങനെ വീതിക്കുന്ന സമയത്ത് റേഷ്യോ ചേഞ്ച് ചെയ്യണം. ഏതിലേക്ക് ചേഞ്ച് ചെയ്യണം? 3:4:4 എന്ന് പറയുന്ന റേഷ്യോയിലേക്ക് ചേഞ്ച് ചെയ്യണം. ഇതാണ് ക്വസ്റ്റിനകത്ത് പറഞ്ഞത്. അപ്പൊ ഒരിക്കൽ കൂടി പറയാം. ഓൾറെഡി നമ്മൾ വീതിച്ച് കൊടുത്തിട്ടുണ്ട് പ്രോഫിറ്റ് 48,000. ആ അക്കൗണ്ട് റീ ഓപ്പൺ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഓൾറെഡി ഈ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ 5:4:3 എന്ന് പറയുന്ന റേഷ്യോയിൽ ക്രെഡിറ്റ് ചെയ്ത എമൗണ്ട് ആണ് ഈ 48,000 എന്ന് പറയുന്നത്. അപ്പൊ പറയുമ്പോ നമുക്ക് എ എന്ന് പറയുന്ന പാർട്ണർക്ക് 20,000, ബിക്ക് 16, സിക്ക് 12. ഇങ്ങനെ ഓൾറെഡി പ്രോഫിറ്റ് കൊടുത്തിട്ടുണ്ട്, അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ കൂട്ടി കാണിച്ചിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം? റീ ഓപ്പൺ ചെയ്യണം എന്ന് പറയുമ്പോൾ ആദ്യം ക്യാപിറ്റലിൽ നിന്ന് എന്ത് ചെയ്യണം? ആ എമൗണ്ട് തിരിച്ചെടുക്കണം അഥവാ കുറക്കണം. കുറക്കണം എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിന് എന്ത് ചെയ്യേണ്ടി വരും? ഡെബിറ്റ് ചെയ്യേണ്ടി വരും അല്ലെ? സോ എസ് ക്യാപിറ്റൽ, ബിസ് ക്യാപിറ്റൽ, സിസ് ക്യാപിറ്റൽ ടു പ്രോഫിറ്റ് ആൻഡ് ലോസിനകത്തുള്ള അഡ്ജസ്റ്റ്മെന്റ് വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന അക്കൗണ്ട് ആണെന്ത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഓൾറെഡി ചെയ്തതാണ്. സോ നമ്മൾ ഈ വർഷത്തെ ഇയർ എൻഡ് ആയിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഏതിലേക്ക് മാറ്റും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു താൽക്കാലിക അക്കൗണ്ടിലാണ് ഈ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ടാവുക. നിങ്ങൾക്ക് അറിയുന്ന കേസാണ് അതൊക്കെ. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ഈ 3 പേരുടെയും ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തിട്ടുള്ള അഥവാ അവർക്ക് വീതിച്ചു കൊടുത്തിട്ടുള്ള 48,000 റുപ്പീസ് പ്രോഫിറ്റ് തിരിച്ചെടുക്കുന്നു. അപ്പൊ അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിന് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പൊ ഇതാണ് എൻട്രി. അത് കഴിഞ്ഞ് ഇപ്പൊ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റിൽ ഇരിക്കുന്ന 48,000 രൂപയില്ലേ, അതിൽ നിന്ന് ആദ്യം ബി എന്ന് പറയുന്ന പാർട്ണർക്ക് 4,000 റുപ്പീസ് ബോണസ് കൊടുക്കണം എന്ന് പറയുമ്പോൾ ബോണസ് കിട്ടിയാൽ ബിയുടെ ക്യാപിറ്റൽ എന്താകും? കൂടും. സോ എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ടു ബീസ് ക്യാപിറ്റൽ 4,000. അപ്പൊ 48,000 രൂപ തിരിച്ചെടുത്തു, അതിൽ നിന്ന് 4,000 ബിക്ക് കൊടുത്തു. ഇനി ബാക്കി എത്രയുണ്ട്? 44,000 ഉണ്ട്. ഈ 44,000 എന്ത് ചെയ്യണം? എ ബി സി 3 പേർക്കും ന്യൂ റേഷ്യോ, അവർ പറഞ്ഞു റേഷ്യോ ചേഞ്ച് ചെയ്തിട്ടുണ്ട് 1 ഏപ്രിൽ മുതൽ 3:4:4 ആണ്. ന്യൂ റേഷ്യോ പ്രകാരം ഇവർക്ക് വീതിച്ചു കൊടുക്കണം. ന്യൂ റേഷ്യോ പ്രകാരം വീതിക്കുമ്പോൾ എക്ക് 12,000, ദെൻ ബിക്ക് 16, സിക്ക് 16, അങ്ങനെ 44,000 രൂപ പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് അപ് ടു എ ബി സി എന്നുള്ള രൂപത്തിൽ വരും. ഒരൊറ്റ ചേഞ്ച് മാത്രമേ എനിക്ക് തോന്നുന്നു ഈ ക്വസ്റ്റിനകത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. വേറെ ഏതെങ്കിലും നിങ്ങൾക്ക് പരിചിതമല്ലാത്ത ഐറ്റംസ് അതിനകത്ത് വരുന്നുണ്ടോ? ബാക്കി എല്ലാം നിങ്ങൾക്ക് അറിയുന്ന ഐറ്റാണ്. ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് വരുമ്പോൾ ഓപ്പണിംഗ് ബാലൻസ്, ബിക്ക് കിട്ടിയ ബോണസ്, ആദ്യം അവരുടെ അക്കൗണ്ടിൽ നിന്ന് തിരിച്ചെടുത്തത്, ദെൻ അവർക്ക് വീണ്ടും പ്രോഫിറ്റ് വീതിച്ചു കൊടുത്തത്. അത് കഴിഞ്ഞ് എന്ത് വരുന്നുണ്ട്? സി എ സെറ്റിൽ ചെയ്യുന്നതിന് പകരം അയാളുടെ ലോൺ അക്കൗണ്ടിലേക്ക് മാറ്റുന്നത്. എല്ലാം ബേസിക് ആയിട്ടുള്ള അറിയുന്ന പോയിന്റുകൾ തന്നെയാണ് അല്ലെ? വേറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ഒന്നും അതിനകത്ത് വരുന്നില്ല. ആ ഒരു ഒറ്റ എൻട്രി ഉണ്ടല്ലോ, പ്രോഫിറ്റ് അവരുടെ കയ്യിൽ നിന്ന് ആദ്യം തിരിച്ചെടുത്തിട്ട് അതിൽ നിന്ന് ബോണസ് കൊടുത്തിട്ട് വീണ്ടും അവർക്ക് ന്യൂ റേഷ്യോ പ്രകാരം തിരിച്ചു കൊടുക്കുന്ന ആ ഒരു എൻട്രി മാത്രമേ നിങ്ങൾക്ക് അതിൽ നിന്ന് പഠിക്കേണ്ടതായിട്ടുള്ളൂ. ഇലുസ്ട്രേഷൻ 11 ഏതെങ്കിലും പോയിന്റ് അറിയാത്തതുണ്ടോ എന്നുള്ളത് ഒന്ന് പെട്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കി. നിങ്ങൾക്ക് റിട്ടയർമെന്റ് നേരെ ചൊവ്വേ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ മക്കളെ ബാക്കിയുള്ളതെല്ലാം ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. റിട്ടയർമെന്റ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പക്ക കോൺസെപ്റ്റ് ക്ലിയർ ആക്കിയിട്ട് പോണം. ഇലുസ്ട്രേഷൻ 11ലേക്ക് വന്നു കഴിഞ്ഞാൽ കോമ്പസ്, കോൺ ആൻഡ് സർക്കിൾ 3:2:1 ആണ് റേഷ്യോ. അത് കഴിഞ്ഞ് സൗണ്ട് പോയിട്ടുണ്ട്, അപ്പൊ ഇനി അങ്ങോട്ട് സൗണ്ട് കുറച്ച് കുറയും കേട്ടോ. ഇതിന്ന് കോൺ ആണ് റിട്ടയർ ചെയ്യുന്നത്. അതിനുശേഷം കോമ്പസും സർക്കിളും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. 3:2 ആണ് റേഷ്യോ വരുന്നത്. റീവാലുവേഷന്റെ എൻട്രീസ് തന്നിട്ടുണ്ട്. മെഷീനറി, സ്റ്റോക്ക്, ഫർണിച്ചർ, പ്രൊവിഷൻ ഓഫ് 300 വാസ് ടു ബി മെയ്ഡ്. ഇതിനകത്തെ നിങ്ങളെ ഈ എ ബി സി ഡി ഇ ഈ ഒരു 5 പോയിന്റിലെ റീവാലുവേഷൻ ആണ്. അത് വായിച്ചിട്ട് ആ ക്വസ്റ്റ്യന് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അതിന്റെ അർത്ഥം മനസ്സിലാവേണ്ടതുണ്ട്. അത് മാത്രമേ ഇതിനകത്തുള്ള പോയിന്റ് ഉള്ളൂ. മെഷീനറി വാസ് ടു ബി റീവാല്യൂഡ് അറ്റ് 45,000 എന്ന് പറഞ്ഞാൽ എന്താണ്? മെഷീനറി എത്രയായി റീവാല്യൂ ചെയ്തപ്പോ? 45 ആയി അല്ലേ? സ്റ്റോക്ക് വാസ് ടു ബി റെഡ്യൂസ്ഡ് ബൈ 2% കുറഞ്ഞു. ഫർണിച്ചർ വാസ് ടു ബി റെഡ്യൂസ്ഡ് ടു 600 കുറഞ്ഞു. ആ ക്വസ്റ്റ്യൻസിന്റെ അർത്ഥം വ്യക്തമായിട്ട് മനസ്സിലാക്കണേ, അല്ലെങ്കിൽ തെറ്റിപ്പോകും. ഇവിടെ ഫർണിച്ചർ നോക്കൂ, 1000 രൂപയാണ്. 600 രൂപ എന്ന് ഇവിടെ കാണുമ്പോൾ നമ്മൾ ഡയറക്റ്റ് പോയിട്ട് 600 രൂപ കുറഞ്ഞു എന്ന് കണക്കാക്കരുത്. റെഡ്യൂസ്ഡ് ടു 600, 600 കുറഞ്ഞു. മുകളിൽ സ്റ്റോക്ക് റെഡ്യൂസ്ഡ് ബൈ 2%, നിലവിലുള്ള സ്റ്റോക്കിന്റെ 2% വാല്യൂ കുറഞ്ഞു.
അത് കഴിഞ്ഞ് പ്രൊവിഷൻ വുഡ് ബി 4000. പ്രൊവിഷൻ എത്രയാവണം? 4000 ആവണം. നിലവിൽ പ്രൊവിഷൻ ഉള്ളത് 3000 ആണ് എന്ന് പറയുമ്പോൾ നമ്മൾ റിവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തുകൂടി ചെയ്യണം? ഒരു 1000 rupees കൂടി പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം. അതുപോലെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസിന്റെ പുറത്ത് എന്തുണ്ട്? 300 പ്രൊവിഷൻ ഉണ്ട്. ആ റിവാലുവേഷൻ അക്കൗണ്ട് ഒന്ന് പെട്ടെന്ന് വായിച്ചു നോക്കൂ കേട്ടോ. ഇങ്ങനെ വരുമ്പോൾ പല കുട്ടികളും നിങ്ങൾക്കത് വായിച്ച് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ലാത്തത് കൊണ്ടല്ല, പക്ഷെ നമ്മൾ പെട്ടെന്ന് വായിക്കുമ്പോൾ ഈ റെഡ്യൂസ്ഡ് ബൈയും ടൂവും വുഡ് ബി ഒന്നും ശരിക്കും ശ്രദ്ധിക്കൂല. അപ്പൊ ആ പോയിന്റുകൾ ശരിക്കും ശ്രദ്ധിക്കണം. ഇവിടെയുള്ള അറ്റ്, ഇവിടെയുള്ള ബൈ, അതൊക്കെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് കേട്ടോ. റിവാലുവേഷൻ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് അറിയുന്ന കാര്യമല്ലേ. അത് കഴിഞ്ഞ് ഈ ക്വസ്റ്റ്യനിൽ വരുന്നത്, എടാ റിവാലുവേഷന്റെ കേസ് ക്ലിയർ അല്ലേ? നിങ്ങൾ വായിച്ചു നോക്കിയോ? നിങ്ങൾ ജസ്റ്റ് ഒരു 30 സെക്കൻഡ് സമയം, കുറഞ്ഞ സമയമുള്ളൂ. ആ 4 ABCDE, ഈ 5 എൻട്രീസ് ഇല്ലേ, 5 അഡ്ജസ്റ്റ്മെന്റുകൾ, അതും അതിന്റെ താഴെയുള്ള റിവാലുവേഷന്റെ ജേണൽ എൻട്രി ഒന്ന് വായിച്ചു നോക്കൂ. എന്നിട്ട് മനസ്സിലാകുന്നില്ല എന്നുള്ളതൊന്ന് നോക്കൂ. ഒന്ന് പെട്ടെന്ന്. നമ്മള് റെസ്പോൺസ് കുറയുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. വായിച്ചു നോക്കി, പെട്ടെന്ന് ഒന്ന് വായിച്ചു നോക്കി. ഓക്കെ ആണല്ലോ അല്ലെ? റിവാലുവേഷൻ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. സിമ്പിൾ. ഓക്കെ. ഇനി അത് കഴിഞ്ഞ് ഈ ക്വസ്റ്റിനകത്ത് വരുന്നത് ഗുഡ് വില്ലിന്റെ വാല്യുവേഷൻ ആണ്. ഗുഡ് വിൽ ഇവിടെ പറയുന്നത് ഗുഡ് വിൽ വാസ് ടു ബി വാല്യൂഡ് അറ്റ് 24,000. ഗുഡ് വിൽ എത്ര വാല്യൂ ചെയ്തു? യെസ്, റിവാലുവേഷൻ നമുക്ക് സെറ്റ് ആണ് അല്ലെ. ഗുഡ് വില്ല് വാല്യൂ ചെയ്തു 24,000 ആണ്. ആൻഡ് കോൺ ഷെയർ ഓഫ് ദ സെയിം വാസ് ടു ബി അഡ്ജസ്റ്റഡ് ഇൻ ടു ദ അക്കൗണ്ട്സ് ഓഫ് കോമ്പസ് ആൻഡ് സർക്കിൾ. 24,000 ആണ് ഫേമിന്റെ ഗുഡ് വില്ല്. അതിന് റിട്ടയർ ആയി പോകുന്ന കോണിന്റെ ഷെയർ ഇല്ലേ, കോണിന്റെ ഷെയർ എത്രയാണ് വരുന്നത്? 3:2:1 ആണ്. എന്ന് പറഞ്ഞാൽ 2/6 അല്ലെ. അപ്പോ 24,000ന്റെ 2/6 എടുത്താൽ 8,000 രൂപ, 8,000 rupees ആർക്കുള്ള ഷെയർ ആണ്? കോൺ എന്ന് പറയുന്ന റിട്ടയറിംഗ് പാർട്ണർക്കുള്ള ഷെയർ ആണ്. അയാൾക്ക് അത് കൊടുക്കണം അല്ലെ. അത് ആരുടെ അക്കൗണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് ക്വസ്റ്റിനകത്ത് സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. ആരുടെ അക്കൗണ്ടിലൊക്കെയാണ്? കണ്ടിന്യൂ ചെയ്യുന്ന കോമ്പസിന്റെയും സർക്കിളിന്റെയും അക്കൗണ്ടിനകത്ത് അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും? ഏത് റേഷ്യോയിലായിരിക്കും അവരുടെ അക്കൗണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരിക? ന്യൂ റേഷ്യോയാണോ സാക്രിഫൈസിങ് റേഷ്യോയാണോ? ഏത് റേഷ്യോയിലാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരിക? ഏതാടാ റേഷ്യോ? ഏതാ? ഓ, നിങ്ങൾ കൊള്ളാട്ടോ. ഗെയിനിങ് റേഷ്യോ ആണല്ലേ. കാരണം ഇയാൾ പോയ മറ്റു 2 പേർക്കും ലാഭമാണ്. സോ അവരുടെ ഗെയിനിങ് റേഷ്യോ പ്രകാരം കൊടുക്കണം. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ. സാധാരണ ന്യൂ ആണോ ഓൾഡ് ആണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആളുകൾ തെറ്റിക്കാറുണ്ട്. ആരെങ്കിലൊക്കെ തെറ്റിക്കുന്നു വിചാരിച്ചു. നിങ്ങൾ അൾട്രാ ബുദ്ധിജീവികളായിട്ടുള്ള കുട്ടികളാണ്. റിസൾട്ട് വരുമ്പോൾ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണേ. ഓക്കെ. അപ്പോ ഗെയിനിങ് റേഷ്യോ എങ്ങനെ കാണും? ന്യൂ റേഷ്യോയിൽ നിന്ന് ഓൾഡ് റേഷ്യോ കുറച്ചാൽ മതി അല്ലെ. അപ്പോ കോമ്പസും സർക്കിളും, കോമ്പസിന്റെ ന്യൂ റേഷ്യോ വരുന്നത് 3/5 ആണ്. ഓൾഡ് റേഷ്യോ വരുന്നത് 3/6 ആണ്. കുറച്ച് കഴിഞ്ഞാൽ 3/30 കിട്ടും. സർക്കിളിന്റേത് 7/30 കിട്ടും. അങ്ങനെ ഗെയിനിങ് റേഷ്യോ വരുന്നത് 3:7 ആണ്. 3:7. കാൽക്കുലേഷൻ ഇതിനകത്ത് ഉണ്ടോ എന്നുള്ളതൊന്ന് നോക്കട്ടെ. യെസ്, 3:7 ആണ് എന്ത് വരിക? ഗെയിനിങ് റേഷ്യോ വരിക. മക്കൾ ശ്രദ്ധിക്കണേ. ഫേമിന്റെ ഗുഡ് വിൽ ഓൾറെഡി കണ്ടു. 24,000 ആണ് ഫേമിന് ഗുഡ് വിൽ ഉള്ളത്. അതിൽ റിട്ടയർ ആയി പോകുന്ന ആളുടെ ഷെയർ എത്രയാണോ അത് അയാൾക്ക് കൊടുക്കണം. ആളുടെ ഷെയർ ഉള്ളത്, ഓൾഡ് റേഷ്യോ പ്രകാരം ഷെയർ ഉള്ളത് 2/6 ആണ്. 24,000ന്റെ 2/6 എന്ന് പറയുമ്പോൾ 8,000 രൂപ അയാൾക്ക് ഗുഡ് വില്ലിന്റെ ഷെയർ ആയിട്ട് കൊടുക്കണം. ആര് കൊടുക്കണം? കണ്ടിന്യൂ ചെയ്യുന്ന 2 പാർട്ട്നേഴ്സ് കൊടുക്കണം. ഏത് റേഷ്യോയിൽ കൊടുക്കണം? ഗെയിനിങ് റേഷ്യോയിൽ കൊടുക്കണം. അങ്ങനെ ഗെയിനിങ് റേഷ്യോ വരുന്നത് 3:7 ആണ്. 3:7 പ്രകാരം ഗെയിനിങ് റേഷ്യോയിൽ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ഇന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയേ. 8,000ന്റെ 3/10 എടുക്കുമ്പോ 2,400 ആര് കൊടുക്കണം?
കോമ്പസ് കൊടുക്കണം. 8,000ന്റെ 7/10 5,600 സർക്കിളും കൊടുക്കണം. സിമ്പിൾ അല്ലേ? ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൽ ജേണൽ എൻട്രീസ് ആയിരുന്നു പ്രധാനമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലെ? യെസ്. ഇതിന്റെ ജേണൽ എങ്ങനെ എഴുതൂടാ? ഇതൊക്കെ അറിയുന്ന കേസല്ലേ? ഇവിടെ റിട്ടയർ ആയി പോകുന്ന ആളുടെ ക്യാപിറ്റൽ കൂടും, കാരണം അയാൾക്ക് ഗുഡ് വില്ലിന്റെ ഷെയർ കിട്ടുകയാണ്. അത് ആരുടെ അക്കൗണ്ടിൽ നിന്ന് എടുത്ത് കൊടുക്കും? കണ്ടിന്യൂ ചെയ്യുന്ന പാർട്ട്നേഴ്സിന്റെ അക്കൗണ്ടിൽ നിന്ന് എടുത്ത് കൊടുക്കും അല്ലെ? സോ അവരുടെ ക്യാപിറ്റൽ എന്താവും? കുറയും. സോ എൻട്രി എന്ത് വരും? കോമ്പസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ, സർക്കിൾ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു കോൺസ് ക്യാപിറ്റൽ അക്കൗണ്ട്. നമ്മൾ അഡ്മിഷനിൽ എന്താണോ പഠിക്കുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് വരും അല്ലെ? അഡ്മിഷനിൽ പുതിയ പാർട്ട്ണറുടേത് കുറയും, ഓൾഡ് പാർട്ട്നേഴ്സിന്റേത് കൂടും. ഇവിടെ റിട്ടയർ ആയി പോകുന്ന പാർട്ട്ണറുടേത് കൂടും, കണ്ടിന്യൂ ചെയ്യുന്ന നിലവിലുള്ള പാർട്ട്നേഴ്സിന്റേത് കുറയും. ഓക്കെ, അത് കഴിഞ്ഞ് ഒരൊറ്റ പോയിന്റ് ആണ് ഇതിൽ പുതുതായിട്ട് വരുന്നത്. ദ പ്രോഫിറ്റ് അപ് ടു ദ ഡേറ്റ് ഓഫ് റിട്ടയർമെന്റ് വാസ് 18,000. റിട്ടയർമെന്റ് സമയത്ത് ഫേമിന് ടോട്ടൽ 18,000 രൂപ പ്രോഫിറ്റ് ഉണ്ട്. തൊട്ട് മുമ്പുള്ള ക്വസ്റ്റ്യനിൽ പ്രോഫിറ്റിന്റെ ഒരു കാര്യം ഉണ്ടായിരുന്നു. അത് പക്ഷെ നമ്മളോട് പറഞ്ഞത് ഓൾറെഡി നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള പ്രോഫിറ്റ് തിരിച്ചെടുത്ത് അതിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാനാണ് അല്ലെ? സോ നമ്മൾ അവിടെ എന്ത് ചെയ്തു? പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിനകത്ത് ചെയ്തു. ഇവിടെ നമ്മളോട് പറയുന്നത് ഇയാൾ റിട്ടയർ ആകുന്നത്, ഇവിടെ നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കും മക്കളെ, 31 December 2021 ബാലൻസ് ഷീറ്റ് ആണ് നമുക്ക് ക്വസ്റ്റ്യൻ പ്രകാരം തന്നിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഇവർ ഫോളോ ചെയ്യുന്ന ഇയർ എങ്ങനെയായിരിക്കും? ജാൻ ടു ഡിസംബർ ആയിരിക്കും അല്ലെ? അങ്ങനെ December 31 ഫൈനാൻഷ്യൽ ഇയർ കഴിഞ്ഞു. ജനുവരി, ഫെബ്രുവരി, മാർച്ച് 3 മാസം കഴിഞ്ഞ് 31 മാർച്ചിനാണ് ഈ ചെങ്ങായി റിട്ടയർ ആവുന്നത്. അവർക്ക് എന്ത് ചെയ്യായിരുന്നു? നേരത്തെ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുമ്പോൾ റിട്ടയർ ചെയ്യായിരുന്നു. ആളൊരു 3 മാസം കഴിഞ്ഞിട്ടാണ് റിട്ടയർ ചെയ്തത്. അപ്പൊ ഈ 3 മാസം അയാൾ ബിസിനസ്സിനകത്തില്ലേ? 3 മാസം അയാൾ ബിസിനസ്സിലുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ആ 3 മാസത്തെ പ്രോഫിറ്റിൽ അയാൾക്ക് കൂടി അവകാശമില്ലേ? അയാൾക്ക് മാത്രമാണോ? 18,000 രൂപ 3 മാസത്തെ പ്രോഫിറ്റ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 3 പേർക്കും അവകാശപ്പെട്ടതാണ് അല്ലെ? അപ്പോ ഈ 18,000 രൂപ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ടില്ല. സ്വാഭാവികമായിട്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫൈനാൻഷ്യൽ ഇയറിന്റെ എൻഡിലാണ് പ്രിപ്പയർ ചെയ്യുക. സോ അതിന്റെ മുമ്പ് പ്രോഫിറ്റിൽ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഏത് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും? സസ്പെൻസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും അല്ലെ? സോ എൻട്രി വരിക 18,000 രൂപ. അവരുടെ റേഷ്യോ 3:2:1 ആണ്. ആ റേഷ്യോയിൽ വീതിക്കുമ്പോൾ കോമ്പസിന് 9,000 പ്രോഫിറ്റിന്റെ ഷെയർ കിട്ടും, കോണിന് 6,000 കിട്ടും, സർക്കിളിന് 3,000 കിട്ടും. പ്രോഫിറ്റ് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ക്യാപിറ്റൽ ബാലൻസ് കൂടും. സോ എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു കോമ്പസ് ക്യാപിറ്റൽ, കോൺ ക്യാപിറ്റൽ ആൻഡ് സർക്കിൾ ക്യാപിറ്റൽ. എനി ഡൗട്ട്? ഓക്കെ ആണോ? മക്കളെ കത്തിയിട്ടുണ്ടോ? യെസ് ഓ നോ? സ്പീഡ് കൂട്ടണോ? എന്റെ ചാറ്റ് ബോക്സിൽ മെസ്സേജ് വരാത്തതാണോ? നിങ്ങൾ മെസ്സേജ് അയക്കാത്തതാണോ? ഓക്കെ ആണോ? സ്പീഡ് കൂട്ടണോ? കുറക്കണം. ഏത് റേഷ്യോയില് ഡിവൈഡ് ചെയ്തേ? അവരുടെ ഓൾഡ് റേഷ്യോയില് 3 പേരും ഉണ്ടായിരുന്ന സമയത്തുള്ള റേഷ്യോ ഏതാണോ ആ റേഷ്യോയില് ഡിവൈഡ് ചെയ്യണം. കാരണം 3 പേർക്കും അവകാശപ്പെട്ട പ്രോഫിറ്റ് അല്ലേ? സ്പീഡ് കൂട്ടണ്ട, കുറക്കണ്ട, ഈ സ്പീഡ് മതി. ഓക്കെ, നിങ്ങൾ മിക്സഡ് ആയിട്ടുള്ള ഓഡിയൻസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ കുറെ ആൾ കൂട്ടണമെന്ന് പറയും, കുറെ ആൾ കുറക്കണമെന്ന് പറയും. നമുക്ക് യൂട്യൂബ് ആണെങ്കിൽ 1.5 ഒക്കെ ഇടായിരുന്നു അല്ലെ? അല്ലെങ്കിൽ 0.75 ഒക്കെ ഇടായിരുന്നു. ഇവിടെ അതിനുള്ള ഓപ്ഷനും ഇല്ലാണ്ട് പോയി. മക്കളെ ഇത്രയും കഴിഞ്ഞാൽ റിട്ടയർമെന്റിന്റെ കേസിൽ നമ്മൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് സെറ്റിൽമെന്റിന്റെ കേസാണ് അല്ലെ? ഇവിടെ നോക്കൂ, ഓപ്പണിംഗ് ക്യാപിറ്റൽ ആയിട്ട് ഇവിടെ റിട്ടയർ ആയി പോകുന്ന പാർട്ണർ ആരായിരുന്നു? കോൺ ആയിരുന്നു അല്ലെ? കോൺ, ദെൻ കോൺ തന്നെയല്ലേ? യെസ്. കോണിന്റെ ഓപ്പണിംഗ് ക്യാപിറ്റൽ എത്രയുണ്ടായിരുന്നേ? ഓപ്പണിംഗ് ക്യാപിറ്റൽ 60,000 ഉണ്ടായിരുന്നു. പുറമെ അയാൾക്ക് എന്തൊക്കെ കിട്ടി? 10,000 റിസർവ് വിധിച്ചു കൊടുക്കണം. അത് നമ്മൾ പറഞ്ഞിട്ടില്ല, ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന കേസ് ആയതുകൊണ്ടാണ് ഡിസ്കസ് ചെയ്യാത്തത്. ക്വസ്റ്റ്യനിൽ എന്തുണ്ട്? ഒരു 1,20,000 റിസർവ് ഉണ്ട്. റിസർവിനെ പറ്റി വേറെ ഒന്നും ക്വസ്റ്റ്യനിൽ പറയും. 1,20,000 ആണോ? റിസർവ് 30,000. ഇത് ഇങ്ങോട്ട് മാറിയതാട്ടോ. റിസർവ് 30,000 ഉണ്ട്. വേറെ ഒന്നും ക്വസ്റ്റ്യനിൽ പറയുന്നില്ല എന്ന് കരുതി റിസർവ് മറന്നു പോകരുത്. അത് എന്ത് ചെയ്യണം?
ഓൾഡ് പാർട്ട്നേഴ്സിന് ഓൾഡ് റേഷ്യോ പ്രകാരം വീതിക്കണം. ഇവിടെ കോമ്പസ് കോണ് സർക്കിളിന് അവരുടെ ഓൾഡ് റേഷ്യോ ആയിട്ടുള്ള 3:2:1 എന്ന് പറയുന്ന റേഷ്യോയിൽ വീതിക്കുമ്പോൾ 3 പേർക്കും റിസർവിന്റെ ഷെയർ കിട്ടും. അത് കഴിഞ്ഞ് റീവാലുവേഷൻ ഡിസ്കസ് ചെയ്യുന്നില്ല, ഓൾറെഡി നിങ്ങൾ നോക്കിയതാണ്. റീവാലുവേഷന്റെ പ്രോഫിറ്റ് 3 പേർക്കും കിട്ടുന്നുണ്ട്. അപ്പോ റിട്ടയർ ആയി പോകുന്ന കോണിന് ഓൾറെഡി 60,000 ക്യാപിറ്റൽ ഉണ്ട്. പുറമെ റിസർവിന്റെ ഷെയർ ആയിട്ട് 10,000 കിട്ടുന്നു. അത് കഴിഞ്ഞ് റീവാലുവേഷന്റെ ഷെയർ ആയിട്ട് 100 റുപ്പീസ് കിട്ടുന്നു. അത് കഴിഞ്ഞ് ആൾക്ക് ഗുഡ് വില്ലിന്റെ ഷെയർ ആയിട്ട് 8,000 കിട്ടുന്നു. അയാൾ ഉണ്ടായിരുന്ന ആ 3 മാസത്തെ പ്രോഫിറ്റ് ആയിട്ട് 6,000 കിട്ടുന്നു. അങ്ങനെ ടോട്ടൽ ഇയാൾ റിട്ടയർ ആയി പോകുന്ന സമയത്ത് അയാൾക്ക് 84,100 രൂപ നമ്മൾ എന്ത് ചെയ്യാനുണ്ട്? ഫേം കൊടുക്കാനുണ്ട്. കൊടുക്കുന്നുണ്ട് എന്ന് ക്വസ്റ്റ്യൻ പറയുന്നുണ്ടോ? പറയുന്നുണ്ട് അല്ലെ? കോൺ വാസ് ടു ബി പെയ്ഡ് ഓഫ് ഇൻ ഫുള്ള്. കോൺ എന്ത് ചെയ്യണം? ഫുൾ ആയിട്ട് ക്യാഷ് സെറ്റിൽ ചെയ്യണം. ഫുൾ ആയിട്ട് സെറ്റിൽ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 84,100 രൂപ അയാൾക്ക് കൊടുത്ത് സെറ്റിൽ ചെയ്യണം. അയാൾക്ക് പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്യുമ്പോൾ 84,100 അയാളുടെ ക്യാപിറ്റൽ ഇങ്ങനെ കൂടി നിൽക്കുകയാണ്. അത് സെറ്റിൽ ചെയ്യാന്ന് പറഞ്ഞാൽ അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മുടെ ബുക്കിൽ നിന്ന് ഒഴിവാക്കുകയാണ് അല്ലെ? അപ്പൊ 84,100ന്റെ ക്യാപിറ്റൽ ക്യാൻസൽ ആവണമെന്നുണ്ടെങ്കിൽ കൂടി നിൽക്കുന്ന ക്യാപിറ്റൽ അക്കൗണ്ട് കുറക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകുമ്പോൾ ബാങ്ക് അക്കൗണ്ടിന് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. സോ എൻട്രി കോൺസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട് 84,100 എന്നുള്ളത് വരും. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുള്ളത്, ബാക്കി പോയിന്റാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഇതുവരെ പറഞ്ഞതൊക്കെ ബേസിക് ആണ്, ജസ്റ്റ് ആലോചിച്ചാൽ കിട്ടുന്ന കാര്യങ്ങളാണ്. സസ്പെൻസ് അക്കൗണ്ട് എന്തിനാ പ്രിപ്പയർ ചെയ്യുന്നത്? സിമ്പിൾ അല്ലേടാ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫൈനാൻഷ്യൽ ഇയർ എൻഡ് ഡിസംബറിലാണ് പ്രിപ്പയർ ചെയ്യുക. ഇപ്പോ ഇയാളെ പിരിച്ചുവിടുന്ന സമയത്ത് നമ്മൾ ആ പ്രോഫിറ്റ് എന്ത് ചെയ്യുന്നു? അയാൾ ഉണ്ടായിരുന്ന കാലത്തേക്ക് വരെയുള്ള പ്രോഫിറ്റ് വീതിക്കുന്നു. അപ്പൊ ആ സമയത്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാവില്ല. സോ താൽക്കാലികമായിട്ട് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യും? സസ്പെൻസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. എന്നിട്ട് ഇയർ എൻഡിൽ ഡിസംബറിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ സസ്പെൻസ് അക്കൗണ്ട് ക്യാൻസൽ ആയി പോകും. അറിയുന്ന കാര്യമല്ലേ? ബേസിക് പോയിന്റ് അല്ലേ? ഇവിടെ ഇതിന്റെ ബാക്കിയുള്ള പോയിന്റ് ആണ് നിങ്ങൾ ഈ ക്വസ്റ്റ്യനിൽ പഠിക്കേണ്ട സാധനം. ഇതുവരെ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ് അല്ലെ? കോമ്പസ് ആൻഡ് സർക്കിൾ വേ ടു ബ്രിങ് സച്ച് ആൻ എമൗണ്ട് ഇൻ ക്യാഷ് സോ ആസ് ടു മേക്ക് ദെയർ ക്യാപിറ്റൽ ഇൻ പ്രൊപ്പോർഷൻ ടു ദെയർ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. നേരത്തെ പറഞ്ഞ സെയിം പോയിന്റ് ആണ്. ഈ കോൺ എന്ന് പറയുന്ന ആളെ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പൈസ നമ്മുടെ കയ്യിലുണ്ടോ? നിങ്ങൾ അതൊന്ന് നോക്കിയേ. ക്വസ്റ്റ്യൻ പ്രകാരം ഇവരുടെ കയ്യിൽ ആകെ ബാലൻസ് ഉള്ളത് എത്ര രൂപയാണ്? ക്വസ്റ്റ്യൻ പ്രകാരം ഇവരുടെ കയ്യിൽ ക്യാഷോ ബാങ്കോ ആയിട്ട് എത്ര രൂപ ബാലൻസ് ഉണ്ട്? ഒന്ന് ചാറ്റ് ബോക്സിൽ പറഞ്ഞേ. എടാ ഒന്ന് ചാറ്റ് ബോക്സിൽ അത് പറഞ്ഞേ. എത്ര രൂപയുണ്ട്? ആർക്കും അറിയില്ലേ? 40,000 ആണ് ഇവരുടെ ഫേമിന്റെ കയ്യിൽ ആകെ ഉള്ളത് അല്ലെ? അതില് നമ്മളിപ്പോ വായിച്ചതിന്റെ ബാക്കി ഒന്ന് വായിച്ചു നോക്കൂ. Subject to the condition that a cash balance of 20,000 was to be maintained as working capital. അതിനകത്ത് 20,000 റുപ്പീസ് എന്തായിട്ട് വെക്കണം? വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടി ബാലൻസ് വെക്കണം എന്ന് പറഞ്ഞാൽ മക്കളെ 40,000 രൂപയുണ്ട്. അതിൽ 20 അവിടെ ബാക്കി വെക്കണം. ബാക്കി 20,000 രൂപ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ കോൺ എന്ന് പറയുന്ന റിട്ടയറിംഗ് പാർട്ണറെ സെറ്റിൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കൂ. കോണിന് നമ്മൾ എത്ര കൊടുക്കണം? നമ്മളിപ്പോ ഓൾറെഡി കണ്ടെത്തി. കോണിന് 84,100 രൂപ കൊടുക്കണം. നമ്മുടെ കയ്യിൽ ആകെ 40 ഉണ്ട്, അതിന് 20 ബാക്കി വെക്കുകയും വേണം. ബാക്കി എത്രയേ ഉള്ളൂ? 20,000 രൂപയേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ജസ്റ്റ് ബാങ്ക് അക്കൗണ്ട് ഒന്ന് പ്രിപ്പയർ ചെയ്യുന്നു. ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓപ്പണിംഗ് ബാലൻസ് 40,000 ഉണ്ട്. ബാങ്ക് അക്കൗണ്ട് അസറ്റ് ആണ്, ഡെബിറ്റ് ബാലൻസ് ആണ്. സോ ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റിൽ കാണിക്കണം അല്ലെ? അതിനുശേഷം ഓപ്പണിംഗ് ബാലൻസ് 40 ഉണ്ട്. നമ്മളോട് പറഞ്ഞു ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് 20,000 മെയിൻറ്റെയിൻ ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ട് അല്ലെ? അപ്പൊ ഓപ്പണിംഗ് ബാലൻസും കാണിച്ചു, ക്ലോസിംഗ് ബാലൻസും കാണിച്ചു. 40,000 ആൻഡ് 20,000. ഇനി എന്ത് വേണം? ഈ റിട്ടയർ ആയി പോകുന്ന കോൺ എന്ന് പറയുന്ന പാർട്ണറെ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ 84,100 രൂപ വേണം. അപ്പൊ അയാൾക്ക് പൈസ കൊടുക്കണ്ടേ? അയാൾക്ക് പൈസ കൊടുക്കുമ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലെ ബാലൻസ് കുറയും. 84,100. അപ്പൊ ഇവിടെ നോക്കൂ, 84,100 ഇയാളെ സെറ്റിൽ ചെയ്യാൻ വേണം. പുറമെ വർക്കിംഗ് ക്യാപിറ്റൽ ആയിട്ട് 20,000 വെക്കണം. അങ്ങനെ നമ്മുടെ ബാങ്കിൽ ശരിക്കും എത്ര ക്യാഷ് വേണം? 1,04,100 രൂപ വേണം. പക്ഷെ നമ്മുടെ കയ്യിൽ ആകെ എന്തേ ഉള്ളൂ? ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് ഒരു 40,000 ഉണ്ടായിരുന്നു. പ്രോഫിറ്റ് ആയിട്ട് ക്യാഷ് ഇൻക്രീസ് ചെയ്തു, ഒരു 18,000. പ്രോഫിറ്റ് ആയിട്ട് 18,000 കിട്ടി.
അങ്ങനെ 1,04,100 വേണ്ടെടുത്ത് നമ്മുടെ കയ്യിൽ ആകെ 58,000 രൂപ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ബാക്കി വരുന്ന ഇനിയും ആവശ്യമുള്ള 46,100 രൂപ എന്ത് ചെയ്യണം? കണ്ടിന്യൂ ചെയ്യുന്ന രണ്ട് പാർട്ട്നേഴ്സ് ഇല്ലേ, കോമ്പസും സർക്കിളും, അവര് രണ്ടുപേരും കൂടി ചേർന്ന് ബിസിനസ്സിലേക്ക് കൊണ്ടുവരണം. ക്ലിയർ? അവിടെ വരെ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടോ? യെസ് ഓർ നോ? മനസ്സിലായിട്ടുണ്ട്? യെസ് ഓർ നോ? പക്ഷെ ഇത് കൊണ്ടുവരുന്ന സമയത്തെ നമുക്ക് എങ്ങനെ കൊണ്ടുവന്നാൽ മതി? സിമ്പിൾ ആണ് എന്റെ ചോദ്യം. ഈ പൈസ എങ്ങനെ കൊണ്ടുവരേണ്ടി വരും? കോണ് പോകുന്നു, കോണിന് പോകുമ്പോൾ അയാൾക്ക് കൊടുക്കാനുള്ള പൈസ 46,100 രൂപയുടെ കുറവുണ്ട്. അത് ആര് കൊണ്ടുവരണം? കണ്ടിന്യൂ ചെയ്യുന്ന കോമ്പസും സർക്കിളും കൊണ്ടുവരണം. കോമൺ സെൻസ് ആണ് അല്ലെ? ഏത് റേഷ്യോയിലായിരിക്കും കൊണ്ടുവരിക? ഏത് റേഷ്യോയിൽ കൊണ്ടുവരും? നമ്മൾ ആലോചിക്കുമ്പോ സിമ്പിൾ ആണ്. ഇവിടെ ഗെയിനിങ് റേഷ്യോ, ന്യൂ റേഷ്യോ എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ആലോചിക്കുന്ന സമയത്ത് ആൻസർ വളരെ സിമ്പിൾ അല്ലേ? എന്ത് ചെയ്താൽ മതി? ഈ 46,100ന്റെ ന്യൂ റേഷ്യോ എന്ന് പറയുന്നത് 3:2 ആണ് അല്ലെ? ന്യൂ റേഷ്യോ എന്ന് ഒരുപാട് ആൻസർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ന്യൂ റേഷ്യോ പ്രകാരം 46,100ന്റെ 3/5 കോമ്പസും 2/5 സർക്കിളും കൊണ്ടുവന്നാൽ മതി അല്ലേ? അതല്ലേ നമ്മൾ ആലോചിക്കുന്നുണ്ടാവുക. പക്ഷെ ആൻസർ അങ്ങനെയല്ല. ഇനി ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിച്ചു നോക്കിയേ. കോമ്പസ് ആൻഡ് സർക്കിൾ വേ ടു ബ്രിങ് സച്ച് ആൻ എമൗണ്ട് ഇൻ ക്യാഷ്. അത് അവർ ക്യാഷ് ആയിട്ട് കൊണ്ടുവരണം. സോ ആസ് ടു മേക്ക് ദയർ ക്യാപിറ്റൽ ഇൻ പ്രൊപ്പോർഷൻ ടു ദയർ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ഹൈലൈറ്റ് ചെയ്ത് വെച്ചോ. ഈ പോയിന്റ് ആണ് നിങ്ങളെ ഈ ക്വസ്റ്റ്യനകത്ത് ഇടങ്ങേറാക്കുക. ഇതൊറ്റ സാധനം കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ കഴിയാതിരിക്കുക. ഇവര് ക്യാഷ് കൊണ്ടുവരണം. ഡയറക്റ്റ് റേഷ്യോ പ്രകാരം കൊണ്ടുവരാൻ പറ്റൂല. എങ്ങനെയായിരിക്കണം? മേക്ക് ദെയർ ക്യാപിറ്റൽ ഇൻ പ്രൊപ്പോർഷൻ ടു അവർ ന്യൂ റേഷ്യോ. അവരുടെ ന്യൂ റേഷ്യോ പ്രകാരമായിരിക്കണം അവരുടെ ക്യാപിറ്റൽ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഇവരുടെ രണ്ടുപേരുടെയും ക്യാപിറ്റലിൽ നിലവിൽ എത്ര പൈസ ഉണ്ട് എന്ന് കാണണം. എങ്ങനെ കാണാൻ വേണ്ടി പറ്റും? ഇവിടെ ആദ്യത്തെ ആളാരാണ്? ആദ്യത്തെ ആള് കോമ്പസ്. കോമ്പസിന്റെ ഓപ്പണിംഗ് ക്യാപിറ്റൽ നിങ്ങളൊന്ന് കാൽക്കുലേറ്റർ എടുത്ത് കൂട്ടി നോക്കൂ. ക്വസ്റ്റ്യൻ പ്രകാരം ഓപ്പണിംഗ് ക്യാപിറ്റൽ അയാൾക്ക് ഓൾറെഡി 40,000 റുപ്പീസ് ഉണ്ട്. പുറമെ റിസർവ് വീതിച്ചപ്പോ അയാൾക്ക് ഒരു 15,000 രൂപ കിട്ടി. ദെൻ അത് കഴിഞ്ഞ് അയാൾക്ക് റീവാലുവേഷന്റെ പ്രോഫിറ്റ് ആയിട്ട് ഒരു 150 രൂപ കിട്ടി. അത് കഴിഞ്ഞ് അയാളുടെ ക്യാപിറ്റലിൽ നിന്ന് ഈ കോണിന് കൊടുക്കാൻ വേണ്ടി 2,400 പോയി എന്ന് പറഞ്ഞാൽ 2,400 എന്ത് ചെയ്യണം? കുറയ്ക്കണം. ഇതുവരെയുള്ളതൊക്കെ കൂട്ടി ഈ 2,400 എന്ത് ചെയ്തു? കുറച്ചു. അത് കഴിഞ്ഞ് പ്രോഫിറ്റിന്റെ ഷെയർ ആയിട്ട് അയാൾക്ക് 9,000 രൂപയും കിട്ടി. അങ്ങനെ അയാളുടെ ക്യാപിറ്റലിന്റെ നിലവിലുള്ള ബാലൻസ് എന്ന് പറയുന്നത് ഈ കോൺ എന്ന് പറയുന്ന പാർട്ണർ റിട്ടയർ ആകുന്ന സമയത്ത് കോമ്പസ് എന്ന് പറയുന്ന ആളുടെ ക്യാപിറ്റലിന്റെ ബാലൻസ് എന്ന് പറയുന്നത് 61,750 ആണ്. അത് കിട്ടിയോ? 61,750 എങ്ങനെ കിട്ടി എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടോ? യെസ് ഓർ നോ? ഇതേപോലെ നമുക്ക് എന്ത് കാണാം? സർക്കിളിന്റെ ക്യാപിറ്റലിൽ നിലവിലുള്ള ബാലൻസും കാണാം അല്ലെ? സർക്കിളിന്റെ ക്യാപിറ്റലിൽ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള ബാലൻസ് 20,000 ആണ്. അയാൾക്ക് എന്ത് കിട്ടി? 5,000 റിസർവിന്റെ ഷെയർ കിട്ടി. റീവാലുവേഷന്റെ ഷെയർ 50 രൂപ കിട്ടി. പ്രോഫിറ്റിന്റെ ഷെയർ കിട്ടി 3,000 രൂപ. 5,600 രൂപ അയാളുടെ അക്കൗണ്ടിൽ നിന്ന് കോണിന് വേണ്ടി ക്യാപിറ്റലിന്റെ എമൗണ്ട് ആയിട്ട് പോവുകയും ചെയ്തു. അങ്ങനെ കോണിന്റെ നിലവിലുള്ള ബാലൻസ് 22,450 ആണ്. മക്കളെ, കോമ്പസിന്റെയും കോണിന്റെയും നിലവിലുള്ള ക്യാപിറ്റൽ ബാലൻസ് കണ്ടത് എങ്ങനെ എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടോ? യെസ് ഓർ നോ? നിങ്ങളൊന്ന് പെട്ടെന്ന് റീപ്ലൈ ചെയ്തേ. നിങ്ങൾ റെസ്പോൺസ് റേറ്റ് വളരെ കുറയുന്നുണ്ട്. മതിയായെങ്കിൽ അപ്പൊ പറയണം, നമുക്ക് അപ്പൊ നിർത്താം കേട്ടോ. ഓക്കെ, ക്ലിയർ? യെസ്, ഓക്കെ. ഇനി ഇവിടെ സ്ക്രീനിൽ നോക്കിക്കോ. കോമ്പസിന്റെ നിലവിലുള്ള ക്യാപിറ്റൽ 61,750. സർക്കിളിന്റെ നിലവിലുള്ള ക്യാപിറ്റൽ 22,450. രണ്ടു പേർക്കും ഈ രണ്ട് എമൗണ്ട് നിലവിൽ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ട്. പുറമെ നമ്മൾ ബാങ്ക് അക്കൗണ്ട് വരച്ചപ്പോ എന്ത് കണ്ടെത്തി? ഇനി മറ്റേയാളെ സെറ്റിൽ ചെയ്യാൻ വേണ്ടി ഒരു 46,100 രൂപയുടെ കുറവില്ലേ?
അത് ഇവർ രണ്ടുപേരും കൂടി കൊണ്ടുവരണ്ടേ? ഇത് കൊണ്ടുവന്നാൽ അവരുടെ ക്യാപിറ്റൽ ആവില്ലേ ആ എമൗണ്ട്? അപ്പൊ 61,750 കോമ്പസിന്റെ നിലവിലുള്ള ക്യാപിറ്റൽ പ്ലസ് സർക്കിളിന്റെ ക്യാപിറ്റൽ 22,450 പ്ലസ് ഇവർ രണ്ടുപേരും കൂടി ക്യാഷ് ആയിട്ട് കൊണ്ടുവരേണ്ട പൈസ 46,100 എടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ എമൗണ്ട് 1,30,300 വരും. ഈ 1,30,300 ആയിരിക്കും എന്ത്? ഇനി അങ്ങോട്ട് ഇവരുടെ രണ്ടുപേരുടെയും ടോട്ടൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ആ ക്യാപിറ്റൽ അവരുടെ ന്യൂ റേഷ്യോ പ്രകാരമായിരിക്കണം എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. അപ്പൊ 1,30,300 ടോട്ടൽ ക്യാപിറ്റൽ വരണം. അവരുടെ നിലവിലുള്ള ക്യാപിറ്റലും കൊണ്ടുവരേണ്ട ക്യാഷും എല്ലാം ചേർത്ത് 1,30,300 വരണം. അത് 3:2 എന്ന് പറയുന്ന റേഷ്യോയിൽ വീതിക്കുമ്പോ കോമ്പസിന്റെ ക്യാപിറ്റൽ 78,180 സർക്കിളിന്റെ ക്യാപിറ്റൽ 52,120 വരണം. നമ്മൾ നേരത്തെ പഠിച്ച സെയിം പരിപാടി. രണ്ടുപേരുടെയും ക്ലോസിംഗ് ക്യാപിറ്റൽ എന്ത് വരണം? ഇവിടെ നോക്കൂ, കോമ്പസിന്റെ ക്ലോസിംഗ് ക്യാപിറ്റൽ 78,180 വരണം. സർക്കിളിന്റെ ക്ലോസിംഗ് ക്യാപിറ്റൽ 52,120 വരണം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ഒരിക്കലും ഇവർ കൊണ്ടുവരേണ്ട പൈസയല്ല നമുക്ക് ഇങ്ങനെ കിട്ടുക. ഇങ്ങനെ ക്യാപിറ്റൽ ബാലൻസ് നോക്കുമ്പോൾ ലാസ്റ്റ് കിട്ടുന്ന ബാലൻസ് എന്തായിരിക്കും? ഇവരുടെ ക്ലോസിംഗ് ക്യാപിറ്റൽ ആയിരിക്കും എന്ന് നമ്മൾ നേരത്തെ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ് അല്ലെ? ഈ 78,180 52,120 ഇത് രണ്ടും കിട്ടിയത് എങ്ങനെയെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടോ? എടാ എല്ലാവരും ഒന്ന് റീപ്ലേസ് ചെയ്ത് ഒരു ഒറ്റ കാൽക്കുലേഷൻ മാത്രമേ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യനിൽ പഠിക്കാനുള്ളൂ. അപ്പൊ കോമ്പസിന്റെ ക്ലോസിംഗ് ബാലൻസും സർക്കിളിന്റെ ക്ലോസിംഗ് ബാലൻസും 78 സംതിങ് പ്ലസ് 52 സംതിങ് എങ്ങനെ വന്നു എന്ന് മനസ്സിലായിട്ടുണ്ടോ? യെസ് ഓ നോ? ഫാസ്റ്റ് ആക്ക്, ഫാസ്റ്റ് ആക്ക്. യെസ്, ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ 3 പേരുടെയും ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട്. ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെ? 3 പേർക്കും റിസർവിന്റെ ഷെയർ കിട്ടുന്നുണ്ട്. 3 പേർക്കും റിവാലുവേഷന്റെ പ്രോഫിറ്റ് ഉണ്ട്. 3 പേർക്കും എന്ത് കിട്ടുന്നുണ്ട്? പ്രോഫിറ്റിന്റെ ഷെയർ കിട്ടുന്നുണ്ട്. റിട്ടയർ ആയി പോകുന്ന പാർട്ണർക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഗുഡ് വില്ലിന്റെ ഷെയർ ബാക്കി രണ്ടാളുടെ കയ്യിൽ നിന്ന് കിട്ടുന്നുണ്ട്. കോമ്പസിന്റെ അക്കൗണ്ടിൽ നിന്ന് 2,400 പോകുന്നു എന്ന് പറയുമ്പോൾ കോമ്പസിന്റെ അക്കൗണ്ടിന്റെ ഡെബിറ്റിൽ 2,400 കാണിക്കണം. സർക്കിളിന്റെ അക്കൗണ്ടിൽ നിന്ന് 5,600 പോകുന്നു എന്ന് പറയുമ്പോൾ സർക്കിളിന്റെ അക്കൗണ്ടിന്റെ ഡെബിറ്റിൽ 5,600 കാണിക്കണം. ഇത് രണ്ടും കൂടി ചേർത്ത് കോണിന്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റിൽ കാണിക്കും. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള പോയിന്റ് ആണ്. എന്നിട്ട് കോണിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? കോൺ എന്ന് പറയുന്ന ആള് ബാലൻസ് ചെയ്യുന്നു. അപ്പൊ അയാൾക്ക് 84,000 കൊടുക്കാനുണ്ട്. അത് നമ്മൾ ഓൾറെഡി കൊടുത്ത് സെറ്റിൽ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അല്ലെ? എടാ ഇനി കോമ്പസിന്റേതും സർക്കിളിന്റേതും നോക്കൂ. കോമ്പസിന്റെ ക്യാപിറ്റൽ ഇവിടെ അയാളുടെ ക്ലോസിംഗ് 78,180 വരണം എന്നുള്ളത് നമ്മൾ ഓൾറെഡി കണ്ടെത്തി. പുറമെ ഈ കോണിന് കൊടുക്കാൻ വേണ്ടി 2,400 രൂപയും വേണം. അങ്ങനെ ടോട്ടൽ അയാളുടെ ക്യാപിറ്റലിൽ 80,580 വേണം. അത്രയും പൈസ അയാളുടെ ക്യാപിറ്റലിൽ വേണം. പക്ഷെ അയാളുടെ ക്യാപിറ്റലിൽ എത്രയേ ഉള്ളൂ? ഓപ്പണിംഗ് ക്യാപിറ്റൽ ആയിട്ട് 40,000, റിസർവിന്റെ 15, അതുപോലെ റീവാലുവേഷന്റെ 150, പ്രോഫിറ്റിന്റെ 9,000 എല്ലാം കൂടി നോക്കിയാലും അയാളുടെ ക്യാപിറ്റലിൽ 16,430 രൂപയുടെ കുറവുണ്ട്. കുറവുണ്ട് എന്ന് പറഞ്ഞാൽ ആ 16,430 അയാൾ എന്ത് ചെയ്യണം? ക്യാഷ് ആയിട്ട് ബിസിനസ്സിലേക്ക് വീണ്ടും ക്യാപിറ്റൽ കൊണ്ടുവരണം. ബാങ്ക് അക്കൗണ്ട് അപ്റ്റർ ടു കോമ്പസ് ക്യാപിറ്റൽ. അതുപോലെ സർക്കിളിന്റേത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും അയാളില് 29,670 രൂപയുടെ കുറവ് വരും. അത് അയാളും എന്ത് ചെയ്യണം? ക്യാഷ് ആയിട്ട് ബിസിനസ്സിലേക്ക് കൊണ്ടുവരണം. ഇനി നിങ്ങൾ എന്ത് ചെയ്യൂ? ഈ 16,430 പ്ലസ് 29,670 കൂട്ടി നോക്കൂ. അപ്പൊ 46,100 കിട്ടും. ആ 46,100 അല്ലേ നേരത്തെ നമ്മള് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ഡെഫിഷ്യൻസി ഉണ്ട് എന്ന് പറഞ്ഞത്? അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു പോയിന്റ്, ഈ 46,100 അല്ല അവർ റേഷ്യോ പ്രകാരം കൊണ്ടുവരേണ്ടത്. അവരുടെ ഫൈനൽ ക്യാപിറ്റൽ ബാലൻസ് ആണ് എന്ത് വരേണ്ടത്? റേഷ്യോ പ്രകാരം വരേണ്ടത്. അതിനനുസരിച്ച് നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ആദ്യം ബാലൻസ് ക്യാരി ഡൗൺ എഴുതിയിട്ട് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യണം. എന്നിട്ട് എത്ര രൂപയാണോ ഡിഫറൻസ് ഉള്ളത് അത് രണ്ട് പാർട്ട്നേഴ്സും കൊണ്ടുവരണം. ക്ലിയർ? കത്തിയിട്ടുണ്ടോ? യെസ് ഓർ നോ? മക്കളെ ഒന്ന് ഫാസ്റ്റ് ആക്കൂ.
എടാ രണ്ട് മെസ്സേജ് ഒക്കെ അടുപ്പിച്ച് വരുന്നു. ഒരാള് ഒന്ന് സ്ലോ ആക്കുമെന്ന് ചോദിക്കുമ്പോൾ അടുത്ത ആൾ ഒന്ന് ഫാസ്റ്റ് ആക്കുമെന്ന് ചോദിക്കുന്നു. പെട്ടുപോകുന്നല്ലോ ഇതിനിടയിൽ കിടന്ന്. നമുക്ക് ഈ ഒരു മീഡിയം ലെവല് മെയിൻറ്റെയിൻ ചെയ്യുകയായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ഇലുസ്ട്രേഷൻ 12 ആണ്. പ്രത്യേകിച്ച് പുതിയ പോയിന്റ് ഒന്നും തന്നെ ഇല്ല. നിങ്ങൾക്ക് ഡൗട്ട് വരുന്ന പോയിന്റുകളൊന്നും ഇല്ല. സെയിം നമ്മളിപ്പോ പഠിച്ച സെയിം അഡ്ജസ്റ്റ്മെന്റുകൾ തന്നെയാണ്, പുതുതായിട്ടൊന്നും അതിനകത്തില്ല. അപ്പൊ ഇത്രയും ഏരിയയാണ് നിങ്ങൾ റിട്ടയർമെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. റിട്ടയർമെന്റിൽ ആകെ മാറ്റം ഞാൻ നേരത്തെ പറഞ്ഞു മക്കളെ, ഈ റിട്ടയർ ആയി പോകുന്ന പാർട്ണർ എന്ത് ചെയ്യണം? നമ്മൾ ക്യാഷ് കൊടുത്ത് സെറ്റിൽ ചെയ്യണം. ക്യാഷ് കൊടുത്ത് സെറ്റിൽ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ അയാൾ എന്ത് ചെയ്യണം? ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് എന്ന് പറഞ്ഞ് കാണിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ലോൺ എന്ന് പറഞ്ഞ് കാണിച്ചാൽ മതി. ആ ഒരു മാറ്റം മാത്രമേ വരുന്നുള്ളൂ. അടുത്ത ചാപ്റ്റർ റിട്ടയർമെന്റ് കം അഡ്മിഷൻ ആണ്. ഒരാൾ പോകുന്നു, ആ ഗ്യാപ്പിലേക്ക് അടുത്ത ആള് വരുന്നു എന്നുള്ളതാണ് റിട്ടയർമെന്റ് കം അഡ്മിഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ. റിട്ടയർമെന്റ് കം അഡ്മിഷനിൽ നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ഇലുസ്ട്രേഷൻ 17. റിട്ടയർമെന്റ് കം അഡ്മിഷനിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ 2016 ജൂണിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇലുസ്ട്രേഷൻ 17. നമുക്ക് ആദ്യം അത് ഡിസ്കസ് ചെയ്യാം. അത് അത്യാവശ്യം കുറച്ച് സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. അത് ഡിസ്കസ് ചെയ്താൽ ചിലപ്പോൾ നിങ്ങൾക്ക് ബാക്കിയുള്ളതൊക്കെ മനസ്സിലാകാൻ ചാൻസ് ഉണ്ട്. ഇതുവരെയൊക്കെ 2-3 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പക്ഷേ റിട്ടയർമെന്റ് കം അഡ്മിഷനിൽ 13, 14, 15, 16, 17 ഒരു 5 ക്വസ്റ്റ്യൻ എങ്ങാണ്ട് നിങ്ങൾക്ക് മെറ്റീരിയലിനകത്ത് വരുന്നുണ്ട്. മക്കളെ ഒരു ഒറ്റ മിനിറ്റ് സമയം നൽകുന്നു. പെട്ടെന്നൊന്ന് ഇലുസ്ട്രേഷൻ 17 ഒന്ന് വായിച്ചു നോക്കിയേ. യെസ്, ഇത് അത്യാവശ്യം നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ബാക്കിയുള്ള റിട്ടയർമെന്റ് കം അഡ്മിഷനിൽ വരുന്ന അഡ്ജസ്റ്റ്മെന്റ്സ് എല്ലാം മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പ്രീവിയസ് ഇയറിൽ റിട്ടയർമെന്റ് കം അഡ്മിഷനിൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ കൂടിയാണ് കേട്ടോ. വായിച്ചു നോക്കിയോ? സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, 3 പാർട്ട്നേഴ്സ് ABC. റേഷ്യോ തന്നിട്ടുണ്ട് 3:2:1 ആണ്. ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട് ഓൺ 31 മാർച്ച് 22. ആര് റിട്ടയർ ആകുന്നു? ABC-യിൽ C റിട്ടയർ ആകുന്നു. ആര് ആ ഗ്യാപ്പിലേക്ക് വരുന്നു? D എന്ന് പറയുന്ന പുതിയ പാർട്ണർ. ഇയാൾ C പോകുന്നു, ആ ഗ്യാപ്പിലേക്ക് D എന്ന് പറയുന്ന പുതിയ പാർട്ണർ വരുന്നു. ആദ്യം വരുന്നത് റീവാലുവേഷൻ ആണ്. അസറ്റ് റീവാല്യൂ ചെയ്യുന്നുണ്ട്. പ്രെമിസസ്, പ്ലാന്റ്, സ്റ്റോക്ക്, അതുപോലെ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. റീവാലുവേഷൻ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. റീവാലുവേഷന്റെ കേസിൽ ഡിസ്കഷന്റെ ആവശ്യമില്ല. നമുക്ക് എന്തായിരുന്നാലും പ്രോഫിറ്റ് കിട്ടുന്നത് 33,600 ആണ്. അത് നമ്മൾ ഓൾഡ് പാർട്ട്നേഴ്സിന് ഓൾഡ് റേഷ്യോ പ്രകാരം വീതിച്ചു കൊടുക്കും. അറിയുന്ന കാര്യമാണ് അല്ലെ? സർ, നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്ത് വന്നിട്ട് ലാസ്റ്റ് എവിടെയെങ്കിലും വെച്ച് തട്ടിപ്പോയത് കൊണ്ട് ടാലി ആയില്ലെങ്കിൽ ആ ആൻസർ മൊത്തം മാർക്ക് പോവുക ഇല്ല. നിങ്ങൾ ചെയ്ത സ്റ്റെപ്പുകൾക്കുള്ള മാർക്ക് കിട്ടും കേട്ടോ. അത് എത്രത്തോളം കിട്ടും എന്നുള്ളത് കംപ്ലീറ്റ്ലി വാല്യൂ ചെയ്യുന്ന ആളുടെ ഇതനുസരിച്ചിരിക്കും. പക്ഷേ നോർമലി മാർക്ക് കിട്ടും. നിങ്ങൾക്ക് ലാസ്റ്റ് ഒരു പോയിന്റ് ഒക്കെ കിട്ടാതെ വന്നാലും ഇപ്പോൾ 14 മാർക്കിൽ ചിലപ്പോൾ ഒരു 8, 9, 10 മാർക്കൊക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇപ്പോ ഞാനിപ്പോ എന്റെ ഓഫ്ലൈൻ ക്ലാസ്സിലും ഇത്തവണത്തെ ക്ലാസ്സിലെ കുട്ടികളോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ബാച്ചിൽ ഉണ്ടായിരുന്ന ഒരു സ്റ്റുഡന്റ്, അവന് എവിടെയൊക്കെ എന്തൊക്കെയോ കേട്ട പരിചയം മാത്രമേ ഉള്ളൂ. ആള് വേറെ ഡീറ്റെയിൽ ആയിട്ട് എക്സാമിന് പഠിച്ചിട്ടൊന്നുമില്ല. ലാസ്റ്റ് എന്നിട്ട് ഈ തിയറി ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഈ ഫസ്റ്റ് സെക്ഷൻ എക്ക് അകത്ത് വരുന്ന ഒരു 15 ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അതിന് 2 മാർക്ക് വെച്ച് 30 മാർക്ക് കിട്ടും അല്ലെ?
പല ആളുകളും അക്കൗണ്ടൻസി പഠിക്കുമ്പോൾ 90% കുട്ടികളും കാണിക്കുന്ന ഒരു മണ്ടത്തരാണ്, ആ തിയറി പോർഷൻസ് എന്ത് ചെയ്യില്ല, കവർ ചെയ്യാണ്ട് പോകും. ഞാൻ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, എന്നാൽ ഞാൻ ഗ്രൂപ്പിനകത്ത് നമുക്ക് ഈ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസിന്റെ MCQസിന്റെ കുറച്ച് ഒരു 100-150ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിന്റെ PDF ഷെയർ ചെയ്യാം, അതൊന്ന് വായിച്ചു നോക്കുക. അത് പഠിച്ചാലുള്ള ഗുണം എന്ന് പറയുന്നത്, നമ്മൾ വൺസ് നിങ്ങളിപ്പോ ഒരു ക്വസ്റ്റ്യൻ അതിനൊരു 4 ആൻസർ ഉണ്ട്, അതിൽ നിന്ന് ഒന്ന് ചൂസ് ചെയ്യുക എന്നുള്ളതാണല്ലോ വരിക. അപ്പൊ അങ്ങനെ നിങ്ങൾ പഠിച്ച ഒരു സാധനം പിന്നീട് നിങ്ങൾ കാണുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിന്റെ ആൻസർ നിങ്ങളുടെ മനസ്സിലേക്ക് വരും. അതുകൊണ്ട് തന്നെ ഈ ഒബ്ജക്റ്റീവ് സാധനങ്ങൾ നിങ്ങൾക്ക് MCQs പെട്ടെന്ന് പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റും. വെറും കുറഞ്ഞ സമയം കൊണ്ട് 10-20 മിനിറ്റ് നേരം കൊണ്ട് നിങ്ങൾക്ക് 30 മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. ഞാൻ ഈ പറഞ്ഞ സ്റ്റുഡന്റ് അവൻ ആ ഒരു MCQസും തിയറി പോയിന്റ്സും മാത്രം നോക്കിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അതിലും കുറച്ചെണ്ണം തെറ്റിച്ചു, പക്ഷെ കുറച്ചെണ്ണം ഒരു 10 എണ്ണമൊക്കെ കിട്ടും എന്നുള്ള പ്രതീക്ഷയുണ്ട് എന്നൊക്കെയാണ് എക്സാം ഒക്കെ കഴിഞ്ഞ് സംസാരിച്ചപ്പോ പറഞ്ഞേ. ബാക്കി ഇവൻ ഇതുപോലെ അവിടെ ഇവിടെയും കുറച്ചൊക്കെ അറിയാം, റീവാലുവേഷൻ അറിയാം, അപ്പുറത്ത് ഫൈനൽ അക്കൗണ്ട്സിലേക്ക് വന്നാൽ അവിടെ ഇവിടെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അറിയാം. ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് ഒക്കെ ആയിരുന്നല്ലോ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്, ഇൻകംപ്ലീറ്റിന് എന്തെങ്കിലുമൊക്കെ അറിയാം. കൺസൈൻമെന്റിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ കൺസൈൻമെന്റ് തുടങ്ങി വെക്കാൻ അറിയാം, അവസാനിപ്പിക്കാൻ അറിയില്ല, ബ്രാഞ്ച് തുടങ്ങി വെക്കാൻ അറിയാം. ഇയാള് ഈ സെക്ഷൻ A ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു, മുഴുവനായിട്ടില്ല, 12 എണ്ണം എങ്ങാണ്ട് ആൻസർ ചെയ്തു എന്ന് പറഞ്ഞു. അതുപോലെ അവിടെ ഇവിടെ ആയിട്ട് കുറച്ചൊക്കെ എഴുതി വെക്കുകയും ചെയ്തു. റിസൾട്ട് വന്നപ്പോൾ 35 മാർക്ക്. ഒന്ന് നേരെ ചൊവ്വയെ പഠിച്ചിരുന്നുവെങ്കിൽ ഒരു 5 മാർക്ക് കൂടി കിട്ടിയാൽ ആൾക്ക് എന്തായിരുന്നു, പേപ്പർ ക്ലിയർ ചെയ്യായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ അക്കൗണ്ടൻസി എടുക്കുന്ന ആളുകൾ അക്കൗണ്ടൻസി ഭയങ്കര സിമ്പിൾ ആണെന്ന് പറയുമ്പോൾ നിങ്ങൾ പറയും അത് തള്ളാണ് എന്നുള്ളത്. ഇത് ആക്ച്വലി ഇത് പഠിക്കേണ്ട രൂപത്തിൽ പഠിച്ചാൽ നിങ്ങൾക്ക് 60+ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഒരേ ഒരു പ്രശ്നം ഞാൻ ഇന്ന് തുടങ്ങിയപ്പോൾ പറഞ്ഞ പ്രശ്നമാണ്, ഇത് വലിയ ഒരുപാട് ക്വാണ്ടിറ്റി പഠിക്കാനുണ്ട്. ആവശ്യമില്ലാത്ത CMA ഇന്ററിന്റെ ലെവലിനോട് നീതി പുലർത്താത്ത ഒരുപാട് ചാപ്റ്റർ ഉണ്ട്. നമുക്കിപ്പോ ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ജോയിന്റ് വെഞ്ചർ, കൺസൈൻമെന്റ്, ഒരു +2 ലെവലിൽ പഠിക്കേണ്ട സാധനം, അതൊക്കെ നിങ്ങൾക്ക് CMA ഇന്ററിൽ പഠിക്കാനുണ്ട്. അപ്പൊ അതുപോലെ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ പല ആളുകളും വലിയ മെയിൻറ്റ് കൊടുക്കാത്ത ഏരിയയാണ് നമ്മുടെ ഫണ്ടമെന്റൽസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഫസ്റ്റ് മൊഡ്യൂൾ. 15 മാർക്കിന് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കും അല്ലെ. നോർമലി ഒരു 8 മാർക്ക് ടു 12 മാർക്ക് എല്ലാ എക്സാമിനും മതിയെന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. അതിന്റെ ആ ലാസ്റ്റ് പ്രൊവിഷന് അതുപോലെയുള്ള ഭാഗങ്ങൾ, ഡിപ്രീസിയേഷൻ ഭാഗങ്ങൾ മാത്രമേ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ വരൂ, ബാക്കിയെല്ലാം തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ +1 മുതലേ പഠിക്കുന്ന ഡിഗ്രിക്കും ഫൗണ്ടേഷനിലും കാറ്റിലും ഒക്കെ പഠിച്ച സെയിം കാര്യമാണ് നിങ്ങൾക്ക് അവിടെയും പഠിക്കാനുള്ളത്. അപ്പൊ മുമ്പ് പഠിച്ച സാധനമാണ്, ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 10-12 മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി വെക്കണം. അതുപോലെ തന്നെ എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ പറ്റുന്ന അത്രയും, അറിയുന്ന അത്രയെങ്കിലും ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പൊ എല്ലാം കൂടി കൂട്ടുമ്പോൾ ചിലപ്പോൾ അവസാനത്തിൽ പാസ്സാകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോ ബാക്ക് ടു ദ ക്വസ്റ്റ്യൻ. അങ്ങനെയുള്ള ഒരു ടോപ്പിക്കിലേക്കും പോകണ്ടെന്ന് വിചാരിച്ചതാണ്, പോയി കഴിഞ്ഞാൽ അങ്ങനെ കാട് കയറി പോകും. ABC 3:2:1 C എന്താവുന്നു, റിട്ടയർ ആകുന്നു. റിവാലുവേഷൻ നമ്മൾ ഓൾറെഡി ചെയ്തു. അത് കഴിഞ്ഞ് ഒന്നാമത്തെയും രണ്ടാമത്തെയും റിവാലുവേഷൻ ആണ് അല്ലെ. മൂന്നാമത്തെ അഡ്ജസ്റ്റ്മെന്റ് വരുന്നത് ഗുഡ് വിൽ ഈസ് ടു ബി റെക്കോർഡ് ഇൻ ദ ബുക്സ് ഓൺ ദ ഡേ C റിട്ടയർ അറ്റ് 84,000. The partners in the new firm do not wish to maintain a goodwill account, so that amount is to be written off against new partners capital account. എടാ, C എന്ന് പറയുന്ന പാർട്ട്ണർ റിട്ടയർ ആകുന്ന സമയത്ത് നമ്മുടെ ഫേമിന് 84,000 രൂപയാണ് ഗുഡ്വിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. മുമ്പ് ഇവിടെ അസറ്റ് സൈഡിൽ ഗുഡ്വിൽ ഒന്നും ഇല്ല അല്ലെ, റിവാലുവേഷന്റെ സമയത്താണ് വാല്യൂ ചെയ്യുന്നത്. അപ്പൊ 84,000 എന്തുണ്ട്, ഗുഡ്വിൽ ഉണ്ട്. നമ്മളോട് പറയുന്നു പുതിയ പാർട്ട്നേഴ്സ് അഥവാ ABD എന്ന് പറയുന്ന പുതിയ പാർട്ട്നേഴ്സ് എന്ത് ചെയ്യുന്നില്ല, ആ ഗുഡ്വിൽ എമൗണ്ട് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. സോ എന്ത് ചെയ്യേണ്ടി വരും, റൈറ്റ് ഓഫ് ചെയ്യേണ്ടതായിട്ട് വരും. നമ്മൾ മുമ്പ് റിസർവിന്റെ കേസിൽ പറഞ്ഞ സെയിം പരിപാടി. നെറ്റ്വർക്ക് അൺസ്റ്റേബിൾ. ഓക്കെ, റിസർവിന്റെ കേസിൽ പറഞ്ഞ സെയിം പരിപാടി. ആദ്യം എന്ത് ചെയ്യണം, ഓൾഡ് പാർട്ട്നേഴ്സിന് ഓൾഡ് റേഷ്യോ പ്രകാരം വീതിക്കണം അല്ലെ. ഓൾഡ് റേഷ്യോ എന്ന് പറയുന്നത് 3:2:1 യെസ് 3:2:1 എന്നുള്ളതാണ് ഓൾഡ് റേഷ്യോ ABC. അപ്പോ 84,000 അല്ലേ ഗുഡ്വില്ലിന്റെ എമൗണ്ട് പറഞ്ഞ്, 84,000 ആദ്യം 3:2:1 എന്നുള്ള റേഷ്യോയിൽ വീതിക്കുക. അപ്പോ ഓൾഡ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ കൂടും. എന്നിട്ട് നമ്മളോട് പറയുന്നു പുതിയ പാർട്ട്നേഴ്സ് അഥവാ C പോയതിനു ശേഷമുള്ള പുതിയ പാർട്ട്നേഴ്സ് അഥവാ ABD ഇവരെന്ത് ചെയ്യുന്നില്ല, ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. സോ അവരുടെ അക്കൗണ്ടിൽ ന്യൂ റേഷ്യോ പ്രകാരം എന്ത് ചെയ്യേണ്ടി വരും, റൈറ്റ് ഓഫ് ചെയ്യേണ്ടതായിട്ട് വരും. ന്യൂ റേഷ്യോ വരുന്നത് 3:2:2 ആണോ, 3:2:2 എന്നുള്ള ന്യൂ റേഷ്യോ പ്രകാരം റൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ ഇവരുടെ അക്കൗണ്ടിൽ അത് എന്ത് ചെയ്യേണ്ടി വരും, ഡെബിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇവിടെ ക്വസ്റ്റ്യനകത്തൊരു മിസ്റ്റേക്ക് ഉള്ളത്,
ഈ നാലാമത്തെ പോയിന്റിലെ അതില് എ ആൻഡ് ബി ആർ ടു ബി ഷെയർ പ്രോഫിറ്റ് ഇൻ ദ സെയിം റേഷ്യോ ആസ് ബിഫോർ. എയും ബിയും മുമ്പുണ്ടായിരുന്ന സെയിം റേഷ്യോ തന്നെയാണ്, അഥവാ 3:2 ആണ്. പിന്നെ ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് ഡി അഥവാ പുതിയ പാർട്ട്ണർ ഈസ് ടു ഹാവ് ദ സെയിം ഷെയർ പ്രോഫിറ്റ് ആസ് സി എന്നാണ് പറയുന്നത്. സിയുടെ ഷെയർ ആണ് ഡിക്ക് എന്നാണ് പറയുന്നത്. അത് സി അല്ല കേട്ടോ, അത് നിങ്ങൾ വെട്ടണം, അത് ബി എന്നാക്കി മാറ്റണം. മുമ്പ് നിങ്ങൾക്ക് ക്ലാസ്സിൽ ഫാക്കൽറ്റീസ് പറഞ്ഞു തന്നിട്ടുണ്ടാകും. അത് സി അല്ല, അത് ബിയുടെ ഷെയർ ആണ്. ഇത് സി എന്ന് മാറ്റിയിട്ട് ബി ആക്കണം. അപ്പൊ ന്യൂ റേഷ്യോ എങ്ങനെ വരും? 3:2 വരും അല്ലെ. ഫസ്റ്റ് ഓൾഡ് റേഷ്യോ 3:2:1 ആയിരുന്നു. അപ്പൊ ന്യൂ റേഷ്യോ എ ബി ഡി എന്നുള്ളത് 3:2:2 എന്നുള്ളത് വരും. ഓക്കെ, ക്ലിയർ. അപ്പോ നേരത്തെ റിസർവിന്റെ കേസ് പറഞ്ഞ പോലെ തന്നെയാണ്, ന്യൂ പാർട്ട്നേഴ്സ് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? ന്യൂ പാർട്ട്നേഴ്സിന്റെ ന്യൂ റേഷ്യോ പ്രകാരം അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ അത് ഡെബിറ്റ് ചെയ്ത് കാണിക്കണം. ദെൻ അത് കഴിഞ്ഞ് വേറെന്താ അഡ്ജസ്റ്റ്മെന്റ് വരുന്നത്? പിന്നെ സിയുടെ സെറ്റിൽമെന്റ് പറയുന്നുണ്ട്. സി റിട്ടയർ ആയി പോകുന്ന ആളല്ലേ, അയാളെ സെറ്റിൽ ചെയ്യുന്ന സമയത്ത് സീസ് ടു ടേക്ക് എ കാർ അറ്റ് ഇറ്റ്സ് ബുക്ക് വാല്യൂ ഓഫ് 7,800 ഇൻ പാർട്ട് പേയ്മെന്റ് and the balance of all he is owed by the firm in cash except 40,000 which he is willing to leave as a loan account. സി എന്ന് പറയുന്ന ആളെ നമ്മൾ പോകുന്ന സമയത്ത് എന്ത് ചെയ്യണം? സെറ്റിൽ ചെയ്യണം അല്ലെ. ഇപ്പൊ നിലവിൽ നോക്കൂ, സിയുടെ കേസ് കഴിഞ്ഞില്ലേ, നമുക്ക് സിയുടെ അക്കൗണ്ട് ബാലൻസ് ചെയ്തൂടെ? സിയുടെ ഓപ്പണിംഗ് ബാലൻസ് 70,000 ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അയാൾക്ക് ഗുഡ് വില്ലിന്റെ ഷെയർ കിട്ടി 14,000. വേറെ അയാൾക്ക് അയാളുടെ അക്കൗണ്ടിൽ നിന്ന് കുറയ്ക്കേണ്ട ഐറ്റംസ് ഒന്നുമില്ല. സോ സി എന്ന് പറയുന്ന റിട്ടയറിംഗ് പാർട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിനകത്ത് 84,000 റുപ്പീസ് ബാലൻസ് ഉണ്ട്. ഈ 84,000 കൊടുക്കുന്ന സമയത്ത് നമ്മളോട് പറഞ്ഞത് 7,800 രൂപയുടെ ഒരു കാർ അയാൾ ബിസിനസ്സിൽ നിന്ന് എടുക്കുന്നുണ്ട്. ബാക്കി പൈസയല്ലേ കൊടുക്കേണ്ടതുള്ളൂ. ആ ബാക്കി പൈസ തന്നെ മുഴുവനായിട്ട് ഇപ്പൊ കൊടുക്കേണ്ടതില്ല. ഇവിടെ പറയുന്നു 40K 40,000 രൂപ ലോൺ ആയിട്ട് നിർത്താം, എന്നിട്ട് സാവധാനം കൊടുത്താൽ മതി. ബാക്കി എന്ത് ചെയ്യണം? ക്യാഷ് ആയിട്ട് കൊടുക്കണം. ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം സി എ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ബാലൻസ് ചെയ്യുന്നു. അപ്പൊ 84,000 ആണ് അയാൾക്ക് കൊടുക്കാനുള്ള പൈസ. നമ്മൾ ഈ 84,000 ഡയറക്റ്റ് എന്ത് ചെയ്യും? സിയുടെ ലോൺ അക്കൗണ്ടിലേക്ക് മാറ്റും. സിയുടെ ലോൺ അക്കൗണ്ടിലേക്ക് മാറ്റും എന്ന് പറയുമ്പോൾ സിക്ക് ബിസിനസ് അങ്ങോട്ട് കൊടുക്കാനുണ്ട് എന്നുള്ള രൂപത്തിലാണ് അല്ലെ. ഭാവിയിൽ ബിസിനസ് അങ്ങോട്ട് സിക്ക് പൈസ കൊടുക്കണം. ഇവിടെ ക്വസ്റ്റ്യനില് ഓൾറെഡി സിയുടെ ഒരു ലോൺ ഇല്ലേ? നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കിയേ മക്കളെ. ഓൾറെഡി സിയുടെ ഒരു ലോണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ലയബിലിറ്റി സൈഡിൽ ലോൺ സി എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ലയബിലിറ്റി സൈഡിൽ ലോൺ സി എന്ന് പറഞ്ഞ് കാണിച്ചാൽ അതിനർത്ഥം സി ഇങ്ങോട്ട് തരാനാണോ അതോ ഫേം സിക്ക് അങ്ങോട്ട് കൊടുക്കാനാണോ? എങ്ങോട്ടായിരിക്കും? ഇങ്ങോട്ടാണോ അങ്ങോട്ടാണോ? ഫേമിന്റെ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ സി എന്ന് പറഞ്ഞ് ലോൺ കൊടുത്താൽ ഫേമിന്റെ ലയബിലിറ്റി ആണ് അല്ലെ, അഥവാ സിക്ക് അങ്ങോട്ട് കൊടുക്കാനുള്ള പൈസയാണ്. അപ്പൊ മക്കളെ, ഈ സീസ് ലോൺ അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഒരു ലയബിലിറ്റി അക്കൗണ്ട് ആണ്. അതിൽ ഓൾറെഡി ഓപ്പണിംഗ് ബാലൻസ് എത്രയുണ്ട്? 56,000 രൂപയുണ്ട്. 56,000 രൂപയുണ്ട്. ഇപ്പൊ എത്ര കൂടി ഉണ്ടായി? 84,000 രൂപ കൂടി അയാൾക്ക് കൊടുക്കാനുണ്ടായി. അതിൽ നമ്മളോട് പറഞ്ഞു 7,800 എന്ത് വന്നിട്ടുണ്ട്? അയാള് വെഹിക്കിൾ എടുക്കുന്നുണ്ട്, ബാക്കി മാത്രം കൊടുത്താൽ മതി എന്ന് പറയുന്നുണ്ട് അല്ലെ. ബാക്കി കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. ഞാൻ ഇപ്പോ ഇത് പറഞ്ഞ സമയത്ത് അത് കംപ്ലീറ്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നമുക്കിവിടെ കറന്റ് അക്കൗണ്ട് കൂടി വരുന്നുണ്ട്. ഞാൻ ഇതിനിടയിൽ കയറി അത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. മനസ്സിലായിട്ടില്ലെങ്കിലും പ്രശ്നമില്ല. ലാസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ്, ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് കൂടി പഠിച്ചാൽ നിങ്ങൾ ഏകദേശം ഈ റിട്ടയർമെന്റ് കം അഡ്മിഷൻ കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയാൻ വേണ്ടി പറ്റും. അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കി. ആ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായോ എന്നുള്ളതൊന്ന് പറയൂ കേട്ടോ.
വായിച്ചു നോക്കിയാ? സിമ്പിൾ അല്ലേ? യെസ് ഓർ നോ? മനസ്സിലായിട്ടുണ്ടോ? ആ ലാസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടോ? നോ? സോ നോ? നോ. വെരി ഗുഡ്. ഓക്കെ. ഫുൾ നോ ആണല്ലോ. യെസ്. ഓക്കെ. എങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യം നമ്മൾ ഇതുവരെ ഒരുപാട് ഇടയ്ക്കിടയ്ക്കൊക്കെ ആയിട്ട് പലതും പറഞ്ഞത് ഒരുമിച്ചൊന്ന് പറയാം. ആദ്യം നമ്മൾ സിയെ സിയുടെ അക്കൗണ്ട് കംപ്ലീറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എ ബി ഡി എന്നുള്ള പുതിയ പാർട്ട്നേഴ്സിലേക്ക് വരാം. നമുക്കിവിടെ കറന്റ് അക്കൗണ്ട് കൂടി ഉണ്ട് അല്ലെ? ഞാൻ നേരത്തെ കറന്റ് അക്കൗണ്ടിന്റെ കാര്യം പറയാൻ വിട്ടുപോയതാണ്. കറന്റ് അക്കൗണ്ടിൽ സിയുടെ കേസ് മാത്രം നോക്കിയാൽ മതിയെ. എയും ബിയും ഡി ഒന്നും ഇപ്പൊ നോക്കണ്ട. സിയുടെ കറന്റ് അക്കൗണ്ടിൽ നമുക്ക് ക്വസ്റ്റ്യൻ പ്രകാരം ഓൾറെഡി 9356 എന്തുണ്ട്? ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട്. പിന്നെ റീവാലുവേഷന്റെ പ്രോഫിറ്റ് വരുന്നുണ്ട് 5600 രൂപ. വേറെ ഡെബിറ്റ് സൈഡിൽ ഐറ്റം ഒന്നുമില്ല. സോ കറന്റ് അക്കൗണ്ടിൽ കറന്റ് അക്കൗണ്ടിൽ റിട്ടയർ ആയി പോകുന്ന സിയുടെ കറന്റ് അക്കൗണ്ടിൽ 14,956 രൂപ എന്തുണ്ട്? അങ്ങോട്ട് പൈസ കൊടുക്കാനുണ്ട്. പോസിറ്റീവ് ബാലൻസ് ഉണ്ട്. അത് നമ്മൾ എങ്ങോട്ട് മാറ്റും? സിയുടെ ലോൺ അക്കൗണ്ടിലേക്ക് മാറ്റും. ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു 70,000 ഉണ്ടായിരുന്നു. പുറമെ ഗുഡ് വില്ലിന്റെ ഷെയറും കൂടി കിട്ടിയപ്പോ 14 അങ്ങനെ ടോട്ടൽ എത്രയായി? 84,000 ആയി. അതും നമ്മൾ എങ്ങോട്ട് മാറ്റി? ലോൺ അക്കൗണ്ടിലേക്ക് മാറ്റി. ഇപ്പോ സി എന്ന് പറയുന്ന പാർട്ണർ റിട്ടയർ ആകുന്ന സമയത്ത് നമ്മൾ അയാൾക്ക് എത്ര കൊടുക്കാനുണ്ട്? പണ്ടേ അയാൾ പാർട്ണർ ആയ കാലത്തെ നമ്മൾ അയാൾക്ക് 56,000 രൂപ കൊടുക്കാനുണ്ട് അല്ലെ? പുറമെ അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ 84,000വും കറന്റ് അക്കൗണ്ടിൽ 14,000 സംതിങ്ങും, അങ്ങനെ ടോട്ടൽ 1,54,956 രൂപയാണ് സി എന്ന് പറയുന്ന റിട്ടയറിംഗ് പാർട്ണർക്ക് കൊടുക്കാനുള്ള പൈസ. അതില് അയാൾ എന്ത് ചെയ്തു? 7,800 രൂപയുടെ ഒരു വെഹിക്കിൾ എടുത്തു എന്ന് പറഞ്ഞു. സോ ബാക്കി പൈസ കൊടുത്താൽ മതി. ബാക്കി പൈസയിൽ നമ്മളോട് ഒരു കാര്യം പറഞ്ഞു, 40,000 എന്ത് വെക്കാം? ലോൺ ആയിട്ട് വെക്കാം, ഭാവിയിൽ കൊടുത്താൽ മതി. ഡിഫറൻസ് ഉള്ള പൈസയാണ് എന്ത് ചെയ്യേണ്ടത്? ക്യാഷ് ആയിട്ട് കൊടുക്കേണ്ടത്. അപ്പൊ 1,54,000 സംതിങ്ങിൽ 7,800 വെഹിക്കിൾ ആയിട്ട് പോയി. പുറമെ 40,000 നമ്മൾ എന്ത് ചെയ്തു? ലോൺ അക്കൗണ്ടിൽ ബാലൻസ് വെച്ചു. നമ്മൾ ഭാവിയിൽ സാവധാനം പൈസ ഉണ്ടാകുന്ന സമയത്ത് കൊടുത്താൽ മതി. ബാക്കി പൈസ, ഡിഫറൻസ് പൈസ 1,07,156 നമ്മൾ എന്ത് ചെയ്യണം? ഇയാളെ ക്യാഷ് കൊടുത്ത് ഇമ്മീഡിയറ്റ്ലി സെറ്റിൽ ചെയ്യണം. അപ്പൊ ഇതുവരെ സിയുടെ ലോൺ അക്കൗണ്ട് വരെയുള്ള കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടോ? എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള ഇമ്പോർട്ടന്റ് പോയിന്റിലേക്ക് പോയിട്ട് കാര്യമുള്ളൂ. സിയുടെ ലോൺ അക്കൗണ്ട് വരെയുള്ള പോയിന്റുകൾ മനസ്സിലായിട്ടുണ്ടോ? യെസ് ഓർ നോ? ഞങ്ങൾ പെട്ടെന്ന് റീപ്ലൈ ചെയ്യൂ. സാധാരണ ഇങ്ങനെ വരുന്ന കേസിലേ നമ്മൾ ഇയാളുടെ കറന്റ് അക്കൗണ്ട് ബാലൻസ് ചെയ്യും. എന്നിട്ട് കറന്റ് അക്കൗണ്ടിന്റെ ബാലൻസ് എന്ത് ചെയ്യും? ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. എന്നിട്ട് രണ്ടും കൂടി ചേർത്ത് ടോട്ടൽ ക്യാപിറ്റൽ എത്രയാണോ ബാലൻസ് ഉള്ളത് അത് ക്യാഷ് കൊടുത്ത് തീർക്കുകയാണ് ചെയ്യുക. പക്ഷെ ഇവിടെ നമ്മൾ എന്തായാലും ലോൺ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ലോൺ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ കറന്റ് അക്കൗണ്ടിലെ ബാലൻസും ക്യാപിറ്റൽ അക്കൗണ്ടിലെ ബാലൻസും സെപ്പറേറ്റ് ഡയറക്റ്റ് ആയിട്ട് ലോൺ അക്കൗണ്ടിലേക്ക് മാറ്റിയത് കേട്ടോ. ഇനി വരുന്ന ആ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾ പ്രധാനമായിട്ട് പഠിക്കേണ്ടത്. ഈ റിട്ടയറിംഗ് പാർട്ട്ണറുടെ സെറ്റിൽമെന്റ് ഒക്കെ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്വസ്റ്റ്യനിലും പഠിച്ച കാര്യം തന്നെയാണ് അല്ലെ? നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞ സാധനം, പാർട്ട്നേഴ്സ് ഇൻ ദ ന്യൂ ഫേം ആരൊക്കെയാണെന്ന് ഓർമ്മ വേണേ. പാർട്ട്നേഴ്സ് ഇൻ ദ ന്യൂ ഫേം എന്ന് പറയുമ്പോൾ എയും ബിയും ഡിയും, സി പോയി അല്ലെ, are to start on a equal footing so far as capital and current accounts concerned. അതായത് പുതിയ ഫേമിലെ പാർട്ട്നേഴ്സ് ആയിട്ടുള്ള എയും ബിയും ഡിയും അവരുടെ ക്യാപിറ്റൽ ആൻഡ് കറന്റ് അക്കൗണ്ടിലെ ബാലൻസ് ഈക്വൽ ആയിട്ട് നിർത്താനാണ് ആഗ്രഹിക്കുന്നത്. അഥവാ അവരുടെ ക്യാപിറ്റലിന്റെയും കറന്റിന്റെയും ക്ലോസിംഗ് ബാലൻസ് ഈക്വൽ ആയിരിക്കണം. ഡി ഈസ് ടു കോൺട്രിബ്യൂട്ട് ക്യാഷ് ടു ബ്രിങ് ഹിസ് ക്യാപിറ്റൽ ആൻഡ് കറന്റ് അക്കൗണ്ട് ടു ദ സെയിം എമൗണ്ട് ആസ് ദ. അപ്പോൾ ഡി എന്ന് പറയുന്ന പുതിയ പാർട്ട്ണർ ക്യാപിറ്റൽ കൊണ്ടുവരുന്നതായിട്ട് ക്വസ്റ്റ്യനിൽ പറയുന്നില്ല അല്ലെ? അയാൾ ക്യാഷ് കൊണ്ടുവരണം. എങ്ങനെ കൊണ്ടുവരണം? ക്യാപിറ്റൽ ആൻഡ് കറന്റ് അക്കൗണ്ട് ടു ദ സെയിം എമൗണ്ട് ആസ് ദ
ഒറിജിനൽ പാർട്ണർ ഫ്രം ദ ഓൾഡ് ഫേം ഹു ആസ് ദ ലോവർ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ദ ബിസിനസ്. ഓൾഡ് പാർട്ട്നേഴ്സ് ഇല്ലേ, എയും ബിയും, അതിൽ ആർക്കാണോ ലോവർ ഇൻവെസ്റ്റ്മെന്റ് ഉള്ളത്, അഥവാ ക്യാപിറ്റൽ അക്കൗണ്ടും കറന്റ് അക്കൗണ്ടും നമ്മൾ എയുടേതും ബിയുടേതും ബാലൻസ് ചെയ്യും. എന്നിട്ട് ആരുടേതാണോ ലോവർ എമൗണ്ട്, അയാളുടെ എമൗണ്ടിന് ഈക്വൽ ആയിരിക്കണം എല്ലാവരുടെയും ക്യാപിറ്റൽ അക്കൗണ്ട്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ വായിക്കുന്ന സമയത്ത് ഞാൻ മുമ്പ് നിങ്ങളോട് ക്യാപിറ്റൽ കോൺട്രിബ്യൂഷന്റെ കേസിൽ നിങ്ങൾ തെറ്റിക്കും എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ടായിരുന്നു അല്ലെ. ഇതൊന്ന് വായിച്ചു നോക്കൂ. ഇത് വായിക്കുമ്പോൾ നമുക്ക് എന്താ അർത്ഥം കിട്ടുക? ഇത് വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകുന്ന അർത്ഥം എന്ന് പറയുന്നത്, എല്ലാ പാർട്ട്നേഴ്സിന്റെയും ക്യാപിറ്റലും കറന്റ് അക്കൗണ്ടും ഈക്വൽ ആവണം. അപ്പൊ അതില് ഓൾഡ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ കറന്റ് അക്കൗണ്ട് നോക്കിയിട്ട് ഏറ്റവും കുറവുള്ളത് ആരുടേതാണോ അതിന് ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട് ഡി കൊണ്ടുവരണം എന്നതാണ് നമ്മൾ വായിക്കുമ്പോൾ അർത്ഥം കിട്ടുക. ഒരിക്കലും അങ്ങനെയല്ല. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ 3 പേരുടെയും ക്യാപിറ്റൽ ആൻഡ് കറന്റ് അക്കൗണ്ടിന്റെ ക്ലോസിംഗ് ബാലൻസ് ഈക്വൽ ആവണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെക്ക് ചെയ്യണം? ഓൾഡ് പാർട്ട്നേഴ്സ് അഥവാ എയുടെയും ബിയുടേതും ക്യാപിറ്റൽ അക്കൗണ്ടും കറന്റ് അക്കൗണ്ടും ബാലൻസ് ചെയ്യുക. എന്നിട്ട് അതിൽ ലോവർ എമൗണ്ട് ആരുടേതാണോ അതായിരിക്കണം മൂന്നാളുടെയും ക്ലോസിംഗ് ക്യാപിറ്റൽ ബാലൻസ് വരേണ്ടത് എന്നതാണ് ക്വസ്റ്റ്യന്റെ അർത്ഥം കേട്ടോ. ഞാൻ ഇത് ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. കുറച്ച് വലിയൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ് അല്ലെ. ദ ഒറിജിനൽ പാർട്ണർ ഇൻ ദ ഓൾഡ് ഫേം ഹു വാസ് ദ ഹയർ ഇൻവെസ്റ്റ്മെന്റ് വിൽ ഡ്രോ ഔട്ട് ക്യാഷ് so that his capital and current account balance equal those of his new partner. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ പറഞ്ഞത് ഡീറ്റെയിൽ ആയി പറഞ്ഞത് ചുരുക്കി പറയുകയാണെങ്കിൽ, പുതിയ പാർട്ണർ ഡി വരുന്നു. നിങ്ങളുടെ മനസ്സിലേക്ക് ഈ സാധനം കൃത്യമായിട്ട് വരണം. ഡി എന്ന് പറയുന്ന പുതിയ പാർട്ണർ വരുന്നു. അപ്പൊ അയാൾ എന്ത് കൊണ്ടുവരണം? ക്യാപിറ്റൽ ബാലൻസ് കൊണ്ടുവരണം അല്ലെ. അപ്പൊ നമ്മൾ പുതിയ ഫേം ഒരു കാര്യം തീരുമാനിക്കുന്നുണ്ട്, മൂന്നാളുടെയും ക്ലോസിംഗ് ബാലൻസ് എന്ത് ചെയ്യാം? ഒരുപോലെയാക്കാം. എക്ക് 1 ലക്ഷം ആണെങ്കിൽ ബിക്ക് 1 ലക്ഷം, ഡിക്ക് 1 ലക്ഷം, അങ്ങനെ എല്ലാവരുടെയും ക്യാപിറ്റലിന്റെയും കറന്റ് അക്കൗണ്ടിന്റെയും ക്ലോസിംഗ് ബാലൻസ് ഒരുപോലെയാക്കാം എന്ന് തീരുമാനിക്കുന്നു. അതെങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, ആദ്യം പഴയ പാർട്ട്നേഴ്സ് എയുടെയും ബിയുടെയും അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ താൽക്കാലികം ബാലൻസ് ചെയ്യുക. എന്നിട്ട് ഏറ്റവും കുറവ് ബാലൻസ് ആരുടേതാണോ അതായിരിക്കണം മൂന്നാളുടെയും ക്യാപിറ്റലിന്റെയും കറന്റിന്റെയും ക്ലോസിംഗ് ബാലൻസ് വരേണ്ടത്. അപ്പൊ അതിന് ഈക്വൽ ആയിട്ടുള്ള പൈസ എന്ത് ചെയ്യേണ്ടി വരും? ഡി എന്ന് പറയുന്ന പുതിയ പാർട്ണർ കൊണ്ടുവരേണ്ടി വരും. കുറെ പൈസ, എക്സ്ട്രാ പൈസ ഉള്ള ആള്, ഹയർ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ആൾക്ക് എന്ത് ചെയ്യാം? ആ പൈസ വിഡ്രോ ചെയ്യുകയും ചെയ്യാം. കറന്റ് അക്കൗണ്ടിലേക്കും ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കും വരാം. എന്നിരുന്നാൽ മാത്രമേ ഈ സാധനം മനസ്സിലാവുള്ളൂ. മക്കൾ ആദ്യം കറന്റ് അക്കൗണ്ട്. സി പോയിട്ടോ, സിയെ നമ്മൾ ഒഴിവാക്കി, അയാളെ സെറ്റിൽ ചെയ്ത് വിട്ടു. ഇനി എയും ബിയും. എയുടെ അക്കൗണ്ടിൽ നോക്കൂ, കറന്റ് അക്കൗണ്ടിൽ 7428 രൂപ ഓപ്പണിംഗിൽ പോസിറ്റീവ് ബാലൻസ് ഉണ്ട്. റീവാലുവേഷന്റെ പ്രോഫിറ്റ് കിട്ടി 16,800 രൂപ. അപ്പൊ എത്ര വന്നു? 24,228 രൂപ വന്നു അല്ലെ. 24,228 രൂപയാണ് എ എന്ന് പറയുന്ന പാർട്ണറുടെ കറന്റ് അക്കൗണ്ടിന്റെ ബാലൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ബി യെ നോക്കുന്നു. ബിയുടെ കറന്റ് അക്കൗണ്ടിന്റെ ബാലൻസ് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ അസറ്റ് സൈഡിലാണ് തന്നിട്ടുള്ളത്. അസറ്റ് സൈഡിൽ തന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അയാളുടെ കറന്റ് അക്കൗണ്ടിൽ നെഗറ്റീവ് ബാലൻസ് ആണ് അല്ലെ. പോസിറ്റീവ് ബാലൻസ് ആണെങ്കിൽ ക്രെഡിറ്റിൽ കാണിക്കും. സോ നെഗറ്റീവ് ബാലൻസ് ആയതുകൊണ്ട് എവിടെ കാണിക്കും? ഡെബിറ്റിൽ കാണിക്കും. അയാൾക്ക് പോസിറ്റീവ് ബാലൻസ് ആയിട്ട് ആകെയുള്ളത് റീവാലുവേഷന്റെ പ്രോഫിറ്റ് ആണ് 11,200. അപ്പൊ അയാളുടെ അക്കൗണ്ടിൽ 11,200 ഉണ്ട്. അതിൽ 5,018 രൂപ നെഗറ്റീവ് ബാലൻസ് കുറച്ചാൽ 6,182 രൂപയാണ് ബിയുടെ ക്ലോസിംഗ് ക്യാപിറ്റൽ. എയുടേത് 24,228 ഉണ്ട്, ബിയുടേത് 6,182. ഏതാ കുറവ് എമൗണ്ട്? 6,182 അല്ലേ. അപ്പോ ഇതാണ് നമ്മളോട് പറഞ്ഞത്, എയുടേതും ബിയുടേതും കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് അതിൽ കുറവ് ആരുടേതാണോ ആ എമൗണ്ട് 3 പേരുടെയും ക്ലോസിംഗ് ക്യാപിറ്റൽ ആയിട്ട് കാണിക്കാം. അപ്പൊ നമ്മൾ കറന്റ് അക്കൗണ്ടിന്റെ കറന്റും ക്യാപിറ്റലും രണ്ടിലും അങ്ങനെയാണ്. സോ കറന്റ് അക്കൗണ്ടിന്റെ ബാലൻസ് ക്യാരി ഡൗൺ. എയുടേത് 6,182, ബി 6,182, ഡി 6,182. അപ്പുറത്ത് നോക്കുകയാണെങ്കിൽ ഡിയുടെ അക്കൗണ്ടിൽ ഒന്നുമില്ല. അയാൾ എന്ത് ചെയ്യണം? 6,182 രൂപ കറന്റ് അക്കൗണ്ടിലേക്ക് ക്യാഷ് ആയിട്ട് കൊണ്ടുവരണം. ഇനി എയുടെ കേസ് എടുത്താൽ എയുടെ കറന്റ് അക്കൗണ്ടിൽ 24,228 ഉണ്ട്. പക്ഷെ ക്ലോസിംഗ് എത്ര മതി? 6,182 മതി. ബാക്കി ഡിഫറൻസ് 18,046 രൂപ എ എന്ന് പറയുന്ന പാർട്ണർക്ക് വിഡ്രോ ചെയ്യാം. മക്കളെ മനസ്സിലായിട്ടുണ്ടോ? കളി മനസ്സിലായിട്ടുണ്ടോ? എന്താണ് ഉദ്ദേശം എന്ന് മനസ്സിലായിട്ടുണ്ടോ? യെസ് ഓ നോ? എടാ ഓക്കെ ആണോ?
ഒന്നുകൂടെ എന്ന് പറയുന്ന ഒന്ന് രണ്ട് ആളുകളുണ്ട്. ഈ ഡൗട്ട് ഉള്ള ആളുകളോടാണ് ചോദ്യം. ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ മക്കളെ? നമുക്ക് ഇതിനകത്തുനിന്ന് ഈ ഒരു ഒറ്റ ക്വസ്റ്റ്യൻ മാത്രം ഡിസ്കസ് ചെയ്താൽ മതി. ബാക്കി നിങ്ങൾ ജസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചോളൂ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ലൈവ് ഇരിക്കുമ്പോൾ അതിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ, ഡൗട്ട് ക്ലിയർ ചെയ്യാം. ഓക്കെ ആണ്? ഓക്കെ. അപ്പൊ നമ്മളോട് എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞേ? ദെൻ ചാറ്റ് ബോക്സിൽ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ 42,000 എങ്ങനെ ലോൺ വന്ന്? എവിടെയാ ലോണ്? ഓ, താഴത്തേത് ശ്രദ്ധിക്കാതെ മേലത്തേതിലേക്ക് പോയതാണ് അല്ലെ? അത് ഒന്നുമില്ല, അത് ഇതാണ് മിസ്റ്റേക്ക് ആണ്. ഈ ലോൺ അക്കൗണ്ട് എന്ന് കാണിക്കുന്നത് അപ്പുറത്ത് സിയിലേക്കുള്ള 84,000 ആണ്. അത് നമ്മുടെ മെറ്റീരിയലിനകത്തുള്ള മിസ്റ്റേക്ക് ആണ്. ഈ 42,000 എന്ന് പറയുന്നത് അതിന്റെ തൊട്ട് താഴെയുള്ള ബാങ്ക് അക്കൗണ്ട് ആണ്. എടേ, ഞാനിപ്പോ പറഞ്ഞതിൽ ഡൗട്ട് ഉണ്ടോന്നാ ചോദിച്ചത്, അതിലേക്ക് ഞാൻ വരുന്നേ ഉള്ളൂ. നിങ്ങൾ കാർഡ് കയറി ചിന്തിക്കരുതേ. ഇത് ബാലൻസ് ക്യാരി ഡൗൺ, ഇത് ബാലൻസ് ക്യാരി ഡൗൺ ആണ്. ഈ 2,12,000 നമ്മുടെ മെറ്റീരിയലിൽ എല്ലാത്തിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവേ. അത് നോക്കണ്ട. ഇപ്പൊ കറന്റ് അക്കൗണ്ട് പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടോ എന്നുള്ളത് മാത്രമാണ് ചോദ്യം. ഓക്കെ, ക്വസ്റ്റ്യൻ എന്തായിരുന്നു? പുതിയ ഫേമിലെ പാർട്ട്നേഴ്സ് എന്ത് ചെയ്യുന്നു? മൂന്നാളുടെയും കറന്റിന്റെയും ക്യാപിറ്റലിന്റെയും ക്ലോസിംഗ് ബാലൻസ് ഈക്വൽ ആയിട്ട് നിർത്താൻ പ്ലാൻ ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഓൾഡ് പാർട്ട്നേഴ്സ് ആയിട്ടുള്ള എയുടെയും ബിയുടെയും കറന്റും ക്യാപിറ്റലും ബാലൻസ് ചെയ്യുക. എന്നിട്ട് അതിൽ ഏറ്റവും കുറവ് ബാലൻസ് ആരുടേതാണോ അത് മൂന്നാളുടെയും ബാലൻസ് ആയി വെക്കുക. ഈ കൂടുതലുള്ള ആൾക്ക് എന്ത് ചെയ്യാം? ആ പൈസ വിഡ്രോ ചെയ്യാം. പുതിയ വരുന്ന ആൾ എന്ത് ചെയ്യണം? അതിന് ഈക്വൽ ആയിട്ടുള്ള പൈസ കൊണ്ടുവരണം അല്ലെ? ഇനി ക്യാപിറ്റൽ നോക്കൂ. സി നമ്മൾ ഓൾറെഡി ക്യാൻസൽ ചെയ്തതാണ് കേട്ടോ. സിയുടെ പണി കഴിഞ്ഞു. എയുടെ അക്കൗണ്ട് എടുത്താൽ എയുടെ ക്യാപിറ്റൽ ഓൾറെഡി 1,70,000 ഉണ്ട്. അയാൾക്ക് ഗുഡ് വില്ല് കിട്ടി 42,000. അങ്ങനെ 2,12,000 രൂപ എയുടെ ക്യാപിറ്റലിൽ ഉണ്ട്. അതിൽ നിന്ന് 36,000 ഗുഡ് വില്ല് റൈറ്റ് ഓഫ് ചെയ്യുന്നത് കുറച്ച് കഴിഞ്ഞാൽ അയാളുടെ ബാലൻസ് എത്ര വരും? എത്ര വരുന്നുണ്ട്? 1,76,000 വരും അല്ലെ? 1,70,000 പ്ലസ് 42,000 2,12,000. അതിൽ നിന്ന് 36,000 കുറച്ച് കഴിഞ്ഞാൽ 1,76,000 രൂപയാണ് എയുടെ ക്യാപിറ്റലിന്റെ ബാലൻസ് വരുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ബിയുടേത് നോക്കുന്നു. ബിയുടെ ഓപ്പണിംഗ് 1,30,000 ഉണ്ട്. ഗുഡ് വില്ലിന്റെ ഷെയർ 28 കിട്ടി. അങ്ങനെ 1,58,000 വന്നു. അതിൽ നിന്ന് എന്ത് കുറക്കുന്നു? ഗുഡ് വില്ല് റൈറ്റ് ഓഫ് ചെയ്ത 24 കുറച്ചാൽ 1,34,000 രൂപയെ ബിയുടെ ക്ലോസിംഗ് വരുന്നുള്ളൂ. എയുടേത് 1,76,000, ബിയുടേത് 1,34,000. കുറവ് ആരുടേതാണ്? കറന്റ് അക്കൗണ്ടിലുള്ള പോലെ തന്നെ ഇവിടേതും ബിയുടേതാണ് കുറവ് അല്ലെ? ബിയുടേത് കുറവെന്ന് പറഞ്ഞാൽ അതായിരിക്കണം എന്ത്? 3 പേരുടെയും ക്ലോസിംഗ് ക്യാപിറ്റൽ വരേണ്ടത്. അപ്പൊ 3 പേരുടേതും ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞ് 1,34,000, 1,34,000, അപ്പുറത്ത് 1,34,000 എന്നുള്ളത് കാണിക്കുന്നു. ഇതിന്റെ ഓർഡർ ശ്രദ്ധിക്കേണ്ട കേട്ടോ. നിങ്ങൾക്ക് കാര്യം മനസ്സിലായാൽ മതി. നിങ്ങൾ ടെക്സ്റ്റിലും ഇങ്ങനെ തന്നെ ആയിരിക്കും ഓർഡർ. അപ്പൊ ഇതുപോലെ ഒന്ന് തിരുത്തി വെച്ചാൽ നന്നായിരിക്കും. ഓക്കെ, മൂന്നാളുടെയും ക്ലോസിംഗ് കാണിച്ചു 1,34,000 വീതം. ഇനി ബിയുടേത് ബാലൻസ് ചെയ്യാനില്ല അല്ലെ? ബിയുടേത് നമ്മൾ ഓൾറെഡി ബാലൻസ് ചെയ്തു. ബിയുടേത് കഴിഞ്ഞു. എ എന്ന് പറയുന്ന ആളുടേത് എടുത്താൽ 2,12,000 മൈനസ് 36, 1,76,000 രൂപ അയാളുടെ അക്കൗണ്ടിൽ ക്യാപിറ്റൽ ബാലൻസ് ഉണ്ട്. പക്ഷെ ക്ലോസിംഗ് ക്യാപിറ്റൽ എത്ര മതി? 1,34,000 മതി എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് 42,000 അയാൾക്ക് എന്ത് ചെയ്യാം? ബാങ്ക് ത്രൂ വിഡ്രോ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഡിയിലേക്ക് വന്നാൽ 1,34,000 ഡി എന്ന് പറയുന്ന പുതിയ പാർട്ണർക്ക് ക്ലോസിംഗ് വേണം. പുറമെ റേറ്റ് ഓഫ് ചെയ്തപ്പോ ഗുഡ് വില്ല് റേറ്റ് ഓഫ് ചെയ്തപ്പോ 24,000 വന്നു. അങ്ങനെ അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ 1,58,000 വേണം. അയാളുടെ ക്യാപിറ്റലിൽ ഇതുവരെ ഒന്നുമില്ല. സോ എന്ത് ചെയ്യണം? 1,58,000 അയാൾ ക്യാപിറ്റൽ ആയിട്ട് ബിസിനസ്സിലേക്ക് കൊണ്ടുവരണം. മക്കളെ ശരിക്കും ഒന്ന് നോക്കിയിട്ട് മനസ്സിലായിട്ടുണ്ടോ എന്നുള്ളത് എല്ലാവരും ഒന്ന് റീപ്ലൈ ചെയ്തേ. ഈ ഒരു ഒറ്റ സാധനം നിങ്ങൾക്ക് ഇതിനകത്ത് മാക്സിമം നിങ്ങൾ ഇടങ്ങേറാക്കുന്ന ഒരു സാധനം വരുന്നുള്ളൂ. ബാക്കിയെല്ലാം സിമ്പിൾ ആണ്. പെട്ടെന്ന് പെട്ടെന്ന് റീപ്ലൈ ചെയ്തേ. ഓക്കെ എടാ, അപ്പോ നമ്മൾ ഇന്നത്തേക്ക് വൈൻഡപ്പ് ചെയ്യുന്നു. നമുക്ക് ബാക്കി പോർഷൻ ഒന്നുകിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം, ഞാൻ ഉറപ്പ് പറയുന്നില്ല, 4 to 7 എന്നുള്ള രൂപത്തിൽ
എടുക്കാൻ പറ്റുമോ എന്ന് നോക്കുന്നുണ്ട്. വേറെ ചെറിയൊരു തിരക്കുണ്ട്. അതില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് പാർട്ണർഷിപ്പിന്റെ ബാക്കി ഈവനിങ് 4 to 7 എടുക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ നാളെയൊക്കെ ആയിട്ട് എടുക്കാം കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ച അഡ്മിഷന്, റിട്ടയർമെന്റ് കം അഡ്മിഷൻ, ഇതിനകത്ത് നിന്നുള്ള മുഴുവൻ ക്വസ്റ്റ്യൻസും ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ കുറച്ച് നേരത്തേക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഗ്രൂപ്പ് ഓപ്പൺ ആക്കാം. അതിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡൗട്ട്സുകൾ മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. ഞാൻ അതിനെല്ലാം ഡീറ്റെയിൽ ആയിട്ട് റീപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പൊ നോക്കുവോ, നിർബന്ധമായിട്ട് നോക്കണേ. കാരണം മെറ്റീരിയലിനകത്തുള്ള എല്ലാ ക്വസ്റ്റ്യനും പഠിക്കാണ്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. ഞാൻ 100% ഉറപ്പ് പറയുന്നു. പാർട്ണർഷിപ്പിന്റെ കേസിൽ മെറ്റീരിയലിനകത്ത് ഡിസൊല്യൂഷൻ വരെയുള്ള എല്ലാ ക്വസ്റ്റ്യനും അറിയാത്ത ഒരാൾക്കും എക്സാമിന് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പൊ 17 പഠിപ്പിച്ചു എന്ന് കരുതി 17 മാത്രം പഠിച്ചു പോയാൽ എക്സാമിന് ഉപകാരപ്പെടില്ല. ബാക്കിയുള്ള 17 വരെയുള്ള 13 മുതൽ 16 വരെയുള്ള ക്വസ്റ്റ്യൻസ് നോക്കുക. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത സാധനങ്ങൾ തന്നെയാണ് അതിനകത്തുള്ളത്. അഡ്മിഷനിലും റിട്ടയർമെന്റിലും ഡിസ്കസ് ചെയ്തത് രണ്ടും കൂടി മിക്സ് ആയിട്ട് വരുന്ന ചാപ്റ്റർ ആണല്ലോ റിട്ടയർമെന്റ് കം അഡ്മിഷൻ. അപ്പൊ നോക്കുക, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. അപ്പൊ ഓക്കെ മക്കളെ, ബാക്കി ഞാൻ ഗ്രൂപ്പിനകത്ത് അപ്ഡേറ്റ് ചെയ്യാം.